صل وسلم وبارك وانعم على عبدك ورسولك محمد صلى الله عليه وعلى اله وصحبه اجمعين. اعوذ بالله من الشيطان الرجيم. ان تجتنبوا كبائر ما تنهون عنه نكفر عنكم سيئاتكم وندخلكم مدخلا كريما. അനെ സഹോദരന്മാരെ, സഹോദരികളെ, സദസ്യരെ, ശ്രോതാക്കളെ, സർവശക്തനായ റബ്ബുൽ ഇസ്സത്തിനെ നാം ഓരോരുത്തരും ഭയപ്പെടേണ്ടതുപോലെ ഭയപ്പെട്ട് അവരുടെ ഇഷ്ടപ്പെട്ട ദാസന്മാരായ ദാസികളായി വർദ്ധിക്കാൻ പാടുപെടുക. അല്ലാഹു നമുക്ക് അവർക്ക് തൗഫീഖ് നൽകട്ടെ. അപ്രകാരം തന്നെ പുണ്യഭൂമിയിൽ താമസിക്കുന്നവർ പ്രത്യേകിച്ച് ആ ഭൂമിയുടെ പവിത്രതയെ സംരക്ഷിച്ച് കാത്തു സൂക്ഷിച്ച് ജീവിക്കുവാൻ ശ്രദ്ധ ചെലുത്തുക. അല്ലാഹു സഹായിക്കട്ടെ. ഇന്ന് വിശുദ്ധ മസ്ജിദുൽ ഹറാമിലും അപ്രകാരം മസ്ജിദുൽ നബവിയിലും ഖുതുബ ഓതിയതായ രണ്ട് ഇമാമുകളും അവരുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് മസ്ജിദുൽ ഹറാമിൽ നടത്തുന്ന ഖുതുബ, മസ്ജിദുൽ നബവിയിൽ നടത്തുന്ന ഖുതുബ. അവരിവിടുത്തെ ഇമാമുകളാണെങ്കിലും മക്കയിൽ പ്രസംഗിച്ചത്, ഖുതുബ ഓതിയത് ഇവിടുത്തെ നേതൃത്വത്തിൻ്റെ അനുവാദത്തോടുകൂടി മക്കയിലും മദീനയിലും. മക്കയിൽ പ്രസംഗിച്ചത് ഡോക്ടർ ബന്ദർ ബലീല എന്ന പണ്ഡിതനാണ്. അദ്ദേഹം പണ്ട് തന്നെ ഇമാമാണെങ്കിലും ആദ്യമാണ് ഇന്ന് ഖുതുബ ഓതിയത്. മദീനയിൽ നിങ്ങൾക്കറിയാവുന്ന ഡോക്ടർ അഹ്മദ് താലിബ് ഇബ്നു ഹുമയ്യദ്, അദ്ദേഹം നമ്മുടെ മേഖലക്കാരനാണ്. അദ്ദേഹവും മസ്ജിദ് നബവിയിൽ കുറേ വർഷങ്ങളായി ഇമാമാണ്. പക്ഷേ ഇന്ന് മുതലാണ് അദ്ദേഹം മദീനയിൽ ഖുതുബ നേതൃത്വത്തിൻ്റെ അനുവാദത്തോടു കൂടി ആരംഭിച്ചത്. മക്കയിൽ ചർച്ചക്കെടുത്തതായ വിഷയം ഇസ്തിഗ്ഫാർ എന്നതാണ്. മദീനയിൽ ചർച്ചക്കെടുത്തതായ വിഷയം ഖിറാഅത്തുൽ ഖുർആനും ഖുർആനുമായുള്ള ഉമ്മത്ത് മുഹമ്മദിൻ്റെ ബന്ധവുമാണ്. ഇസ്തിഗ്ഫാർ എന്ന വിഷയം കൊണ്ട് നമുക്ക് ആരംഭിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആലാവിൻ്റെ അസ്മാഇൽ തന്നെ അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽപ്പെട്ടതാണ്. അവൻ ഗഫൂറാണ്, ഗഫാറാണ്. അവൻ പുറത്തു കൊടുക്കുന്ന മഹാശക്തിയാണ്, വ്യക്തിയാണ്. അവൻ അഫൂവാണ്. അവിടുന്ന് തന്നെ നാം നോക്കുകയാണെങ്കിൽ ഈ ഇസ്തിഗ്ഫാർ എന്ന സിഫത്ത് സൃഷ്ടികളിൽ ഉണ്ടാകുമ്പോൾ ഗഫാറിനോടാണ് ഇസ്തിഗ്ഫാർ ചെയ്യുന്നത് എന്നത് മനസ്സിലാക്കാം. അഥവാ ആരോടാണ് മാഫി ചോദിക്കുന്നത്? മാഫി ചെയ്യാൻ അർഹപ്പെട്ട ആ അർഹത എന്നത് ആ പേര്, അവന്റെ പേരിൽ തന്നെ ഉൾക്കൊള്ളുന്നതായ ഗഫാറായ, ഗഫാർ എന്ന് പറഞ്ഞാൽ സാധാരണ പുറത്തു കൊടുക്കുന്ന ആളെന്നല്ല, അങ്ങേ അറ്റം പുറത്തു കൊടുക്കുന്ന ആളെന്നാണ് ഗഫാറിന്റെ അർത്ഥം. സീഗത്ത് മുബാലഗ എന്നാണ് അറബി ഭാഷയിൽ ഗഫാർ എന്ന അല്ലെങ്കിൽ ആ ശൈലിയിലുള്ളതായ പദത്തിന് പറയുക. അപ്പോൾ ഈ ഇസ്തിഗ്ഫാർ ഖുർആൻ പരിശോധിച്ച് നോക്കിയാൽ, അല്ലെങ്കിൽ ഇവൻ ആ വിഷയം മക്കയിൽ ചർച്ച ചെയ്തത് കേട്ട ശേഷം പരിശോധിച്ച് നോക്കിയപ്പോൾ 155 തവണ ഖുർആനിൽ വിട്ടുകിടക്കുന്നതായിട്ട് കണ്ടു. ഇത്ര 155 തവണ ഇസ്തിഗ്ഫാർ എന്ന പദം. അപ്പോൾ എത്ര പ്രാധാന്യം അല്ലാഹു നൽകി എന്നത് അറിയിക്കാൻ ദൂരം പോകേണ്ടതില്ല എന്നർത്ഥം. അതുപോലെ ഖുർആനിൽ ഈ 155 തവണ വന്നതിൽ ഏകദേശം 63 പ്രാവശ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികളെ പ്രേരിപ്പിക്കുന്നതായ ശൈലിയാണ് ഇസ്തിഗ്ഫാറിലേക്ക്. നിങ്ങൾ എന്ത് വേണം? ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് വസ്തഗ്ഫിർ ലിദംബിക വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. ഫഅലം, നിങ്ങൾ പഠിക്കുക, അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ വേറെ ആരാധിക്കപ്പെടാൻ, വിളിച്ച് പ്രാർത്ഥിക്കപ്പെടാൻ അർഹപ്പെട്ടതായ ശക്തി ഇല്ലേ ഇല്ല, ആരല്ലാതെ, അല്ലാഹു അല്ലാതെ എന്ന് നിങ്ങൾ പറയുക എന്നതല്ല, എന്ന് നിങ്ങൾ പഠിക്കുക എന്നാണ്. ഫഅലം, അത് അറിയണം, പഠിക്കണം, ഗ്രഹിക്കണം, മനസ്സിലാക്കണം, ഉൾക്കൊള്ളണം. അങ്ങനെ അള്ളാഹുവിന്റെ കൽപ്പന വന്ന ശേഷം റസൂലിനോടാണ് കൽപ്പിക്കുന്നത്. നിങ്ങൾ അങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചാൽ ഫസ്തഗ്ഫിർ ലിദംബിക, നിങ്ങളുടെ മുൻ ജീവിതത്തിൽ വീഴ്ചകൾ കണ്ടെത്തിയേക്കാം. അപ്പോൾ എന്ത് വേണ്ടി വരും? മാഫിന് ചോദിക്കേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ മാഫിന് ചോദിക്കുക. ഫസ്തഗ്ഫിർ ലിദംബിക, നിങ്ങളുടെ പാപത്തിൽ നിന്നിട്ട് നിങ്ങൾ മോചനം തേടാൻ വേണ്ടി അള്ളാഹുവിനോട് കേണപേക്ഷിക്കുക. വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, നിങ്ങളുടെ ബാക്കിലാണ് നടന്നതായ സത്യവിശ്വാസികളായ മുസ്ലിങ്ങൾക്ക് വേണ്ടിയും സത്യവിശ്വാസിനികളായ സ്ത്രീകൾക്ക് വേണ്ടിയും നിങ്ങൾ മാഫിന് അപേക്ഷിക്കുക, പൊറുക്കലിനെ ചോദിക്കുക എന്ന പദപ്രയോഗം വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്ന ആ വാക്കിലൂടെ നമുക്ക് ആ ശൈലി 63 തവണ ഇത് പ്രേരിപ്പിക്കുക,
സൃഷ്ടികളെ ഇസ്തിഗ്ഫാറിലേക്ക് പ്രേരിപ്പിക്കുക ഖുർആനിൽ കാണാവുന്നതാണ്. ഞാൻ ഓതി വെച്ച ആയത്തിൽ തജ്തനിബു കബായിറ മാ തുൻഹൗന അൻഹു നുകഫിർ അൻകും സയ്യിആതികും വനുദ്ഖിൽകും മുദ്ഖലൻ കരീമ. നിങ്ങൾക്ക് മാഫ് അള്ളാന്റെ ഭാഗത്തു നിന്നിട്ട് ലഭിക്കണമോ, എന്നാൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു ബാധ്യതയുണ്ട്. അതെന്താണ്? നിങ്ങൾ വന്തോഷങ്ങളിൽ നിന്നിട്ട് വിട്ടു നിൽക്കുക, സന്തോഷങ്ങളിൽ നിന്നിട്ട് വിട്ടു നിൽക്കുക. അപ്പോൾ അള്ളാഹുവിൽ നിന്നിട്ട് പാപമോചനം ലഭിക്കാൻ, അള്ളാഹു നമുക്ക് മാഫി ചെയ്ത് തരാൻ ഉള്ളതായ ആ നിബന്ധന എന്താണ്? ഇൻ തജ്തനിബു കബായിറ മാ തുൻഹൗന അൻഹു നുകഫിർ അൻകും സയ്യിആതികും വനുദ്ഖിൽകും മുദ്ഖലൻ കരീമാ. നിങ്ങളോട് വിരോധിക്കപ്പെടുന്നതായ വന്തോഷങ്ങളിൽ നിന്നിട്ട് നിങ്ങൾ വിട്ടു നിൽക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ കൽപ്പനയിലൂടെ ഖുർആനിൽ അപ്രകാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ പ്രവചനങ്ങളിലൂടെ സുന്നത്തിൽ വന്തോഷങ്ങളാണ് എന്ന രൂപത്തിൽ കുറിക്കുന്ന വഈദ് വാണി നൽകപ്പെടുന്ന ശൈലിയിൽ വരുന്ന ഖുർആനിലും അപ്രകാരം നരകത്തെ തൊട്ട് പിടിപ്പിച്ചറിയിപ്പിക്കപ്പെടുന്ന രൂപത്തിൽ വരുന്നതായ വിരോധിക്കപ്പെട്ട കാര്യങ്ങൾ അതൊക്കെയാണ് വന്തോഷങ്ങളായിട്ട് വരിക. അതിനെക്കുറിച്ച് ഇബ്നു അബ്ബാസ് പറയാറുണ്ട്, പലരും തെറ്റിദ്ധരിച്ചു പോകാറുണ്ട് വന്തോഷങ്ങൾ എന്ന് പറഞ്ഞാൽ സബഉൽ മൂബിഖാത്ത് എന്ന്. സബഉൽ മൂബിഖാത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ അമലുകളെ മുഴുവൻ നഷ്ടപ്പെടുത്തി കളയുന്ന 7 വന്തോഷം എന്ന അർത്ഥത്തിലേക്കാണ്. എന്നല്ലാതെ വന്തോഷങ്ങൾ എന്നതായ അത് 7 പരിമിതമല്ല, മറിച്ച് 7-നേക്കാളും 70-ലേക്കാണ് അടുപ്പ്. എന്തിന് വന്തോഷങ്ങൾക്ക് എന്ന് ആര് പറയുന്നു? അല്ലാഹുവിന്റെ റസൂൽ തലയിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിച്ചതായ മഹാനായ സയ്യിദുൽ മുഫസ്സിരീൻ, മുഫസ്സിറുകളുടെ നേതാവായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ പറയുന്നു, ഇൻ തജ്തനിബു കബായിറ മാ തുൻഹൗന അൻഹു, നിങ്ങളോട് വിരോധിക്കപ്പെടുന്നതായ വന്തോഷങ്ങളിൽ നിന്നിട്ട് നിങ്ങൾ വിട്ടു നിൽക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? നിങ്ങൾ ചെയ്തു പോയതായ മറ്റു ദോഷങ്ങളെ ഞാൻ നിങ്ങൾക്ക് പുറത്തു തരാം. അപ്പോൾ മറ്റു ദോഷങ്ങൾ അല്ലാഹു പുറത്തു തന്നിട്ടില്ലെങ്കിൽ രക്ഷയില്ലാന്നർത്ഥം. ഇത് ആയത്തൊന്നിട്ട് നാം പഠിക്കേണ്ടത് എന്താണ്? ചെറുദോഷമല്ലേ എന്ന് മനസ്സിലാക്കാറുണ്ട് ചില ആൾക്കാർ. ചെറുദോഷമാണെങ്കിലും അള്ളാഹു അത് പുറത്തു തരാൻ അനിവാര്യമാണ്, അല്ലെങ്കിൽ അതിൽ വിചാരണ നൽകപ്പെടും, അതിനെക്കുറിച്ച് ചോദിക്കപ്പെടും, അതിനെക്കുറിച്ച് മറുപടി പറയേണ്ടി വരും, ചിലപ്പോൾ ശിക്ഷ ഏൽക്കേണ്ടി വരും. അള്ളാഹ് ഇഷ്ടപ്പെട്ട, അള്ളാഹു ഉദ്ദേശിച്ചവരിൽപ്പെട്ടവരാണോ നാം അഥവാ പുറത്തു കൊടുക്കാൻ എന്നത് നമുക്കറിയില്ലല്ലോ. ഇഷ്ടമുള്ളവർക്ക് പുറത്തു കൊടുക്കും, ഇഷ്ടമുള്ളവരെ ശിക്ഷിക്കും, ഇഷ്ടമുള്ളവർക്ക് മാഫി ചെയ്യും എന്നൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ ആ ഇഷ്ടമുള്ളവരിൽ ഞാനും നിങ്ങളും പെട്ടോ എന്നുള്ള ഒരു ഓഫർ നമുക്ക് ലഭിച്ചിട്ടില്ലല്ലോ, ഉറപ്പില്ലല്ലോ. അതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മെ പോലത്തെ സംബന്ധിച്ചിടത്തോളം തെറ്റുകൾ നാം കരുതിക്കൂട്ടി അറിഞ്ഞു ചെയ്യലാണ്, വന്നുപോകലല്ല. വന്നുപോകൽ അത് ഒരു പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖതഇന്റെ ഇനത്തിൽപ്പെടുത്താൻ സാധ്യതയുണ്ട്. അതല്ല, കരുതി കൂട്ടിയിട്ടാണ്, തീരുമാനിച്ചിട്ടാണ്, പ്ലാനിങ് പരിപാടി ഇട്ടിട്ടാണ്, ഇത്ര കാശ് കൊടുത്തിട്ട് ഇന്ന യന്ത്രം വാങ്ങണം, ഇത്ര കാശ് കൊടുത്തിട്ട് ഇന്ന ഫിലിം കാണണം, ഇത്ര കാശ് കൊടുത്തിട്ട് ഇന്ന പാനീയം കുടിക്കണം, ഇത്ര കാശ് ഉപയോഗിച്ചിട്ട് ഇന്ന തെറ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ പ്ലാനിട്ട് പരിപാടി ഇട്ട് ചെയ്യുന്നതായ പ്രവർത്തനമാണ്. അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരാൻ ഏറ്റെടുത്തത് എന്താണ്? ഇൻ തജ്തനിബു കബായിറ മാ തുൻഹൗന അൻഹു നുകഫിർ അൻകും സയ്യിആതികും, നിങ്ങളുടെ ദോഷങ്ങളെ, ഈ ദോഷങ്ങൾ എന്നല്ല ആദ്യം പറഞ്ഞ വ്യക്തമാണ്. ആദ്യം അല്ലാഹു പറഞ്ഞ വൻദോഷമല്ല, സയ്യിആത്ത് എന്ന് പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് പുറത്തു തരാം എന്ന് പറഞ്ഞ ദോഷങ്ങൾ ആദ്യം പറഞ്ഞ വൻദോഷമല്ല. കാരണം അല്ലാഹു അതിനെ മുൻകൂട്ടി തന്നെ മുഖവരിയിൽ പറഞ്ഞു, അത് നിങ്ങൾ ഒഴിവാക്കി നിൽക്കുകയാണ് എങ്കിൽ അപ്പോൾ അല്ലാഹു നമ്മളോട് കർശനമായ ഭാഷയിൽ വിരോധിച്ചതായ ഖുർആനിൽ വളരെ വളരെ കർശനമായ ഭാഷയിൽ വിരോധിച്ച എപ്പോഴും നാം ചെയ്യുന്ന ഒരു തെറ്റാണ് എന്ത്? ഗീബത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഗീബത്ത് പറയുന്ന വ്യക്തിയുടെ ശരീരം ശവമാവുന്ന സന്ദർഭത്തിൽ ശവത്തിനെ തിന്നുന്നതിനോട് തുല്യമാണെന്ന ശരിയാണല്ലോ ഉപയോഗിച്ചത്, ഒരാളുടെ മാംസം തിന്നുക എന്നത്. അപ്പോൾ മഹാപാപവും മഹാദോഷവുമാണ്. അതറിഞ്ഞിട്ടോ അറിയാതെയോ നാം ദൈനംദിനം ചെയ്തുകൊണ്ടേയിരിക്കുന്നു, പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. തൊള്ള തുറന്നാൽ അവളെ അങ്ങോട്ടും ഇങ്ങോട്ടും തിന്നലാണല്ലോ നമ്മുടെ ശൈലി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, വന്തോഷം എന്ന് നിങ്ങൾ കേൾക്കുമ്പോൾ അള്ളാഹു പറഞ്ഞല്ലോ വന്തോഷങ്ങൾ നിങ്ങൾ വിട്ടു നിൽക്കുകയാണെങ്കിൽ ചെറുദോഷം പുറത്തേരാം. അപ്പോൾ വന്തോഷങ്ങളൊക്കെ നാം ഒഴിവാക്കിയവരാണല്ലോ എന്ന് തോന്നിയേക്കാം. ഇല്ല, മറിച്ച് നാം ദൈനംദിനം വന്തോഷങ്ങൾ തന്നെ പലപ്പോഴും അറിഞ്ഞിട്ടോ അറിയാതെയോ ചെയ്തുകൊണ്ടേയിരിക്കുന്നവരാണ്. പറഞ്ഞു വന്നത് വളരെ പ്രാധാന്യം നൽകിയതായ ഒരു സാധനമാണ് ഇസ്തിഗ്ഫാർ എന്നത് ഖുർആൻ. അതുപോലെ സുന്നത്തും പരിശോധിച്ചു നോക്കിയാൽ സുന്നത്ത് പെട്ടെന്നുള്ള നോട്ടത്തിൽ 57 സഹീഹായ ഹദീസ് കാണാൻ സാധിച്ചു. ഇസ്തിഗ്ഫാറിനെ കുറിച്ച് മാത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചർച്ച ചെയ്തതായ
إن ربك واسع المغفرة هو أعلم بكم إذ أنشأكم من الأرض وإذ أنتم أجنة في بطون أمهاتكم فلا تزكوا أنفسكم هو أعلم بمن اتقى. ആയത്തിന്റെ പരിപൂർണതയിൽ അല്ലാഹു നിങ്ങൾക്ക് ചെറുദോഷങ്ങളെ പുറത്തു തരാം, വൻദോഷങ്ങൾ നിങ്ങൾ വിട്ടു നിൽക്കുകയാണെങ്കിൽ. അപ്പോൾ നിങ്ങൾ ആരും നിരാശപ്പെടേണ്ടതില്ല. വൻദോഷങ്ങളൊക്കെ നാം സാധാരണ ചെയ്തു പോകാറുള്ളതാണല്ലോ. അപ്പോൾ ഈ പറഞ്ഞ നിബന്ധനയിൽ ഞാൻ പെടുകയില്ലല്ലോ, നമ്മൾ പെടുകയില്ലല്ലോ, നാം അപകടത്തിൽ പെടുമല്ലോ. ഇല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് സാരോ ദോഷങ്ങളും പുറത്തു തരും എന്ന സത്യവാഗ്ദാനം വേറെ ആയത്തുകളിലുണ്ട്. സന്തോഷ വാർത്ത വേറെ ആയത്തുകളുണ്ട്. പക്ഷേ വൻദോഷം ആയിരിക്കവേ അത് അല്ലാഹു പുറത്തു തരണമെങ്കിൽ അതിനുള്ള നിബന്ധനയാണ് ഖുർആൻ പറയുന്നത്. എന്ത്? നിങ്ങൾ പശ്ചാത്തപിക്കണം. ഇന്നമത് തൗബതു അലല്ലാഹി ലില്ലദീന യഅമലൂന സൂഅ ബിജഹാല. അറിവില്ലായ്മ കാരണത്താൽ ഒരാള്, അശ്രദ്ധ കാരണത്താൽ എന്ന അർത്ഥത്തിലേക്കും, അറിവില്ലായ്മ കാരണത്താൽ ഒരാള് തെറ്റുകൾ എന്നല്ല തെറ്റ് ചെയ്തു പോവുകയാണെങ്കിൽ ബിജഹാലത്തിൽ സുമ്മ യതൂബൂന മിൻ ഖരീബ്, ഉടനെ തന്നെ അതിൽ നിന്നിട്ട് പാപമോചനം അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുകയാണെങ്കിൽ, പശ്ചാത്തപിക്കുകയാണെങ്കിൽ, എന്താ നിബന്ധന? ഒന്ന്, കൂമ്പാരമായി ദോഷങ്ങൾ പാപങ്ങൾ കൂട്ടിവെക്കുകയല്ല. നമ്മുടെയൊക്കെ ജീവിത രീതി അങ്ങനെയാണല്ലോ. അല്ലാഹു നമുക്ക് പുറത്തിറട്ടെ. നമ്മുടെയൊക്കെ ജീവിതം ഹോൾസെയിൽ ആയിട്ടാണ് നമ്മുടെ പാപങ്ങളൊക്കെ. എണ്ണിത്തീർക്കാൻ പറ്റൂല. ഞാനും നിങ്ങളൊക്കെ ഓരോ ദിവസവും ചെയ്യാറുള്ള സൽക്കർമ്മങ്ങൾ നമുക്ക് എണ്ണാൻ സാധിക്കും. അഞ്ചൊക്കെ നിസ്കാരം, ഇനി സുന്നത്ത് അഥവാ നിസ്കരിച്ചാൽ നിസ്കരിച്ചു, ദിക്റുകൾ ചെല്ലിയാൽ ചെല്ലി, പിന്നെയോ അഞ്ചൊക്കെ നിസ്കാരം, അത് മാത്രമേ പറയാനുള്ളൂ നിർബന്ധ ബാധ്യതയായിട്ട്. അതേസമയത്ത് തെറ്റുകളോ എണ്ണിത്തീർക്കാൻ പറ്റുമോ? നമ്മുടെ തെറ്റുകൾ നാം എത്ര തെറ്റ് ചെയ്തു എന്നതൊക്കെ നമ്മുടെ തൊള്ള തുറന്നാൽ നാം ഒന്നിരിക്കലോ കളവ് പറയും, അല്ലെങ്കിൽ തട്ടിപ്പ്, അല്ലെങ്കിൽ വെട്ടിപ്പ്, അല്ലെങ്കിൽ അനാചാരം, തോന്നിവാസം, അല്ലെങ്കിൽ കണ്ണ് തുറന്നാൽ കാണാൻ പാടില്ലാത്തത്, അതുപോലെ തന്നെ കാതിലൂടെ കേൾക്കുന്നത് കേൾക്കാൻ പാടില്ലാത്തത്, ഹൃദയത്തിൽ ചിന്തിക്കുന്നത് ചിന്തിക്കാൻ പാടില്ലാത്തത്, ഇതൊക്കെ അല്ലാഹു വെറുതെ വിടുമെന്ന് നിങ്ങൾ ആരും തെറ്റിദ്ധരിച്ചു പോകരുത് എന്ന് ഖുർആൻ തന്നെ പറയുന്നുണ്ട്. അവളെ കുറിച്ചെല്ലാം ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. നിങ്ങളുടെ കാത്, നിങ്ങളുടെ കണ്ണ്, നിങ്ങളുടെ ഹൃദയം, അവകളെ കുറിച്ചെല്ലാം ചോദിക്കപ്പെടും. ലോകാത്ഭുത ഗ്രന്ഥത്തിൽ റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു വാണിംഗ് നൽകുകയാണ്. അപ്പോൾ മക്ക ഇമാമിന് ചർച്ച ചെയ്ത വിഷയം, അദ്ദേഹം ചർച്ച ചെയ്തതായ വിഷയത്തിന്റെ ആ മെയിൻ ഭാഗങ്ങളാണ് ഞാൻ പറയുന്നത്. അത് ഇസ്തിഗ്ഫാർ എന്നതാണ്. അതിന്റെ വിശദാംശം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ശൈലി ഉപയോഗിച്ചത്. ആ ഉള്ളടക്കമാണ് നിങ്ങളുടെ മുമ്പിൽ വിവരിക്കുന്നത്. നാം വളരെ ഗൗരവത്തോടു കൂടി ഗൗനിക്കേണ്ട ഭാഗമാണ്. ഈ മക്ക ഇമാമ് തുടങ്ങിയത് തന്നെ നബിമാരുടെ ഇസ്തിഗ്ഫാറിനെ കുറിച്ചാണ്. അവിടേക്ക് നമുക്ക് ചെല്ലാം. പക്ഷേ നാം ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങൾ, നമ്മുടെ നാടൊക്കെ നിശ്ചയമായുള്ളതായ ജീവിതം ജീവിക്കുന്ന നാടാണ്. നിശ്ചയമായുള്ള ജീവിതം ഒന്നിരിക്കലോ ഇതര മതസ്ഥർ ഇടകലർന്ന് ജീവിക്കുന്നത് കൊണ്ടോ, അല്ലെങ്കിൽ നാം തന്നെ ഓരോ അവരവരുടെ ജീവിത രീതിയിലും ശൈലിയിലും എല്ലാം എന്തായി പോയിട്ടുണ്ട്. നിശ്ചയമായുള്ള സ്ത്രീ വേറെ, പുരുഷന്മാർ വേറെ, അഭിമാനത്തെ സംരക്ഷിക്കുക, അഭിമാനത്തെ കാത്തു സൂക്ഷിക്കുക, പർദ്ദ ഇസ്ലാമിക പർദ്ദയായി മാറുക എന്നീ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാതെ ജീവിക്കുന്നവരാണ്. അപ്പോൾ അറിഞ്ഞിട്ടോ അറിയാതെയോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹോൾസെയിലായിട്ടാണ് നമ്മുടെ കൂടെ ഉള്ളതായ ദോഷങ്ങൾ. അത് ചെറുതും വലുതും വൻദോഷവും ചെറുദോഷവും എല്ലാം കലർന്നു. അവിടെയെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ ആയത്ത് വളരെ ശ്രദ്ധേയമാണ്. നിങ്ങളോട് ഞാൻ വിരോധിക്കുന്നതായ വൻദോഷങ്ങളെ, എന്റെ അടിമകളെ നിങ്ങൾ വിട്ടു നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ ചെറുദോഷങ്ങളെ ഞാൻ നിങ്ങൾക്ക് മാഫി ചെയ്തു തരുന്നതാണ്. മാന്യ വീടാവുന്ന, ആ മാന്യന്മാര് കിടക്കുന്ന വീടാവുന്ന ആ രമ്യഹർമ്മ്യങ്ങളിലേക്ക്, ആ പൂന്തോപ്പുകളിലേക്ക്, ആ കൊട്ടാരങ്ങളിലേക്ക്, ആ സ്വർഗലോക ജീവിതത്തിലേക്ക്, ആ സ്വർഗലോകത്തിലേക്ക് നിങ്ങളെ ഞാൻ പ്രവേശിപ്പിക്കുകയും ചെയ്യും. എന്തൊരു സത്യവാഗ്ദാനം അല്ലാഹുവിന്റെ! എന്തൊരു വിശാലമായ അല്ലാഹുവിന്റെ ഇസ്തിഗ്ഫാറിന്റെ ആ പരിപൂർണത നാം അവിടെ കാണുന്നു, തുറച്ചു കാണുന്നു. സുബ്ഹാനല്ലാഹ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഏറ്റവും എനിക്ക് അർജ ആയത്തായിട്ട് കാണാറുള്ളതായ ഒരായത്താണ് വിശുദ്ധ ഖുർആനിലെ ഈ ആയത്ത്. എപ്പോൾ എന്ത് കാട്ടുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും അൽഹംദുലില്ലാഹ് അല്ലാഹ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നത് ഓർത്തിട്ട് സമാധാനിക്കാൻ പറ്റുന്ന ഒരു നമ്മുടെ ഹൃദയത്തെ തട്ടുന്ന ഒരു ആയത്താണ് ആ ആയത്ത്. സുബ്ഹാനല്ലാഹ്. നിങ്ങളുടെ ചെറുദോഷങ്ങൾ ഞാൻ നിങ്ങൾക്ക് പുറത്തു തരും എന്ന് മാത്രമല്ല, നിങ്ങൾ ഈ കുമ്പാരമായി ചെയ്തു കൂട്ടിയ ചെറുദോഷങ്ങൾ നിങ്ങളുടെ കൂടെ ഉള്ളതോടുകൂടി
ദോഷങ്ങൾ നിങ്ങൾ വിട്ടു നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങളെ ഞാൻ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കും, നരകത്തിലേക്ക് കൊണ്ടുപോകൂല എന്ന അള്ളാഹുവിന്റെ സത്യവാഗ്ദാനമാണ്. അള്ളാഹു ആയിരത്തിൽ നമ്മെ പെടുത്തുമാറാകട്ടെ. എന്ത് അമൽ ചെയ്താലും, ഏത് അമൽ ചെയ്താലും അമലിന്റെ ബേക്കിൽ നാം അള്ളാഹുവിനോട് മാഫി ചോദിക്കാൻ കൽപ്പിക്കപ്പെട്ടതായിട്ട് നമ്മുടെ ദൈനംദിന ജീവിതത്തിലും നിസ്കാരം കഴിഞ്ഞാൽ റസൂലുള്ളാഹിനെ കൽപ്പിച്ചത്, റസൂലുള്ളാഹിന്റെ പറഞ്ഞത്, റസൂലുള്ളാഹി പ്രാക്ടിക്കലാക്കിയത് എന്താണ്? നിസ്കാരം നാം മനക്കെട്ട് പ്രയാസപ്പെട്ട് ഓതു പിടിച്ച് നല്ല മരം കോച്ചുന്ന തണുപ്പ്, മദീനത്തുള്ള തണുപ്പ് പോലത്തെ അല്ലെങ്കിൽ ശാമ നാട്ടിലുള്ള തണുപ്പ് പോലത്തെ തണുപ്പാണെങ്കിലും അതൊക്കെ സഹിച്ച് എന്നിട്ട് ഒന്നുമൊക്കെ പിടിച്ച്, അല്ലെങ്കിൽ നല്ല ചൂടുള്ളതായ 52 ചൂടുള്ള വലിയ ഡിഗ്രി ചൂടുള്ളതായ നാട്ടിൽ താമസിക്കുന്നവർ എയർ കണ്ടീഷനൊക്കെ ഒഴിവാക്കിയിട്ട് അവിടുന്ന് പുറപ്പെട്ടു, പള്ളിയിലേക്ക് ചെന്നു ഒന്ന് പിടിച്ച ശേഷം എന്നിട്ട് അള്ളാഹുവിനെ നിസ്കരിച്ചു. ഈ നിസ്കാരമൊക്കെ കഴിഞ്ഞ ശേഷം ഹദീസ് നിഷേധികൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഖുർആൻ നിഷേധികൾ ആക്ഷേപിക്കുന്ന ശൈലിയിൽപ്പെട്ടതാണ്. നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെല്ലുന്ന നിസ്കാരം ഉണ്ടല്ലോ, അത് ഞങ്ങൾ നിസ്കരിക്കാറില്ല. നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? നിങ്ങൾ നിസ്കാരം കൊള്ളരുതാത്ത നിസ്കാരമായതുകൊണ്ട് നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള 5 വക്ത് ഞങ്ങൾ നിസ്കരിക്കാറില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ 3 വക്താക്കി മാറ്റി, അവസാനം തീരെ നിസ്കാരമില്ലാതെയാക്കി മാറ്റി അവന് ഖുർആൻ നിഷേധികളായി മാറിയത്. അല്ലാഹു ഹിദായത്തിലാക്കട്ടെ, സമാഗത്തിലേക്ക് നയിക്കട്ടെ. നമ്മുടെ വിഷയം അതല്ല. അത് അവരിൽ നിന്നിട്ട് കേട്ട, നേർക്ക് നേരെ കേട്ട ഭാഗമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. അവർ പറയാറുള്ള പദമാണത്. പറഞ്ഞു വരുന്നത് റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു നമ്മളോട് റസൂലുള്ളാഹിന്റെ നാവിലൂടെ കൽപ്പിച്ചതും അല്ലാഹു തന്നെ ഖുർആനിൽ ഹജ്ജ് കഴിഞ്ഞാൽ എന്താ ഹജ്ജ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് അറിയാമല്ലോ. സൗദി അറേബ്യയിൽ ജീവിക്കുന്നവരാണല്ലോ എന്റെ സദസ്സിൽ ഇരിക്കുന്നതായ ഈ സജ്ജനങ്ങളാണെന്ന് മനസ്സിലാക്കുന്നവര്. അങ്ങനെ നമ്മെ അള്ളാഹു മാറ്റട്ടെ. നമുക്കൊക്കെ ഹജ്ജിനെ കുറിച്ച് പരിചയമുണ്ട്, ഹജ്ജ് ചെയ്യാത്തവരാണെങ്കിലും കേട്ട് പരിചയമുണ്ട്. അത്രയും പ്രയാസപ്പെടുന്നതായ ഒരു അമലാണ്. പ്രയാസപ്പെട്ട് സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും അതുപോലെ തന്നെ വഴിയിൽ കൂടിയും എല്ലാം യാത്ര ചെയ്യുന്ന സന്ദർഭത്തിലും വളരെ വളരെ മനക്കെട്ട് ചെയ്യുന്നതായ ഒരു അമലാണ്. മറ്റേത് അമലുകളിലും ഇല്ലാത്ത പ്രയാസമുള്ളതായ അമലാണ് ഹജ്ജ്. ഈ ഹജ്ജൊക്കെ ചെയ്തതിനു ശേഷം റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു അറഫയിൽ താമസിച്ച് അറഫയിൽ നിന്നിട്ട് മടങ്ങി വരുമ്പോൾ കേൾപ്പിക്കുന്ന ശൈലിയുണ്ട്. അല്ലയോ ഹാജിമാരെ, നിങ്ങൾ അവിടുന്ന് ഒലിക്കുക. ജനസമുദ്രം ഒലിക്കുകയാണല്ലോ, അതുകൊണ്ട് നിങ്ങൾ അന്ന് പുറത്തു പോകുക എന്ന് പറയുന്നത്. പിന്നെയോ നിങ്ങൾ ആ അറഫ മരുഭൂമിയിൽ നിന്നിട്ട് ഒലിക്കുക. എവിടേക്ക് ഒലിക്കേണ്ടത്, എങ്ങനെ ഒലിക്കേണ്ടത്? മിൻ ഹൈതു അഫാദന്നാസ്, നിങ്ങൾ ആ ജനങ്ങൾ ഒലിക്കുന്ന വഴിയിൽ കൂടി ഒലിക്കുക. അറഫയെ കുറിച്ച് പറയുകയാണോ അല്ല അതിനുശേഷമുള്ള പ്രവർത്തനത്തെ കുറിച്ച് പറയുകയാണോ? മുഫസ്സിറുകളുടെ ചർച്ചയുണ്ട്. ഏതായാലും ആ സൽക്കർമ്മങ്ങൾ ചെയ്ത ശേഷം അല്ലാഹുവിന്റെ ആ കൽപ്പനയാണ് നിങ്ങൾ ഒലിക്കുക എന്ന് പറഞ്ഞ സന്ദർഭത്തിൽ എന്താ അല്ലാഹു പറഞ്ഞത്? നമ്മുടെ വിഷയം ഇന്ന് ഡോക്ടർ ബന്ദർ ബലീല ഇന്ന് മക്കയിൽ ചർച്ച ചെയ്തതായ വിഷയമാണ്. എന്ത്? ഇസ്തിഗ്ഫാർ. നിങ്ങൾ മാഫി ചോദിക്കുക. അപ്പോൾ എത്ര തന്നെ മനക്കെട്ടി ലോകത്തിന്റെ നാനാ തുറകളിൽ നിന്നിട്ട് 4000-3000 നാഴിക അകലെ നിന്നിട്ട് പ്രയാസപ്പെട്ടുകൊണ്ട് പ്ലെയിനിൽ കയറി, പണ്ടത്തെ കാലഘട്ടത്തിൽ കപ്പലിൽ കയറി വന്നിട്ട് ഹജ്ജൊക്കെ ചെയ്ത് മൊഴിപ്പട്ടിണി, അരപ്പട്ടിണി എന്തെല്ലാം പ്രയാസങ്ങൾ നേരിട്ട് അതൊക്കെ ചെയ്തിട്ട് അറഫയിലേക്ക് എത്തി, അറഫയിൽ നിന്നിട്ട് മുസ്ദലിഫയിലേക്ക് എത്തി, അവിടുന്ന് പിന്നെ മിനയിലേക്ക് പോകുമ്പോൾ അള്ളാഹിന്റെ ഓർഡർ വരികയാണ്. എന്ത്? നിങ്ങൾ അള്ളാഹുവിനോട് മാഫിന് ചോദിക്കുക. അപ്പോൾ എത്ര തന്നെ നിങ്ങൾ അള്ളാഹിലേക്ക് അടുത്താലും നിങ്ങൾ സൃഷ്ടികളായിരിക്കവേ, നിങ്ങൾ ഭൂമിയിൽ ജീവിക്കുന്നവരായിരിക്കവേ നിങ്ങൾ നിന്നിട്ട് ദോഷം വരാൻ, നിങ്ങൾ നിന്നിട്ട് പാപം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇസ്തിഗ്ഫാർ വിട്ട് നിങ്ങൾക്ക് ജീവിക്കാൻ പാടില്ല. ഇസ്തിഗ്ഫാർ വിട്ട് കളിയില്ല എന്നർത്ഥം. ഇസ്തിഗ്ഫാർ വിട്ട് ജീവിതമില്ല. അപ്പോൾ എന്നും ഏത് സന്ദർഭത്തിലും സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്ന സന്ദർഭത്തിൽ വരെ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കണം. അതുകൊണ്ട് ആ നമസ്കാരത്തോട് വിടവാങ്ങിയ ശേഷം അസ്തഗ്ഫിറുല്ലാഹ് 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 എന്ന് പറഞ്ഞ ശേഷമുള്ള ദിക്റുകൾ ചെല്ലാൻ നമ്മുടെ കണ്ണിലൊണിയും ഈ സ്ഥലത്ത് നമസ്കരിച്ചവനാണെന്ന് പറയപ്പെടുന്നവരുമായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കാൻ കാരണം. പിന്നെ അല്ലാഹു ഗഫൂറുർ റഹീം അല്ലേ, നാം സാധാരണ പറയാറുള്ളതാണ്, നാടന്മാരുടെ ശൈലിയാണ്. അല്ലാഹു അങ്ങേറ്റം മാഫി ചെയ്യുന്ന ആളല്ലേ. ആരോടെങ്കിലും നീ എന്തിനാ ഈ നിത്യതാടി വടി, നീ എന്തിനാ ഈ നിത്യകള്ളുകൂടി, നീ എന്തിനാണ് ഈ അശ്ലീലം കണ്ടുകൊണ്ടേയിരിക്കുന്നത്, നീ എന്തിനാണ് സെക്സ് ഫിലിം കണ്ടുകൊണ്ടേയിരിക്കുന്നത്, നീ ഇങ്ങനെയുള്ള തോന്നിവാസങ്ങൾ എന്തുകൊണ്ട് ചെയ്യുന്നു എന്നൊക്കെ ചോദിച്ചാൽ അവൻ മറുപടി ലഭിക്കുക അവന്റെ തോന്നലാണ്. ഞാനിപ്പോൾ യുവത്വമുള്ള സന്ദർഭമല്ലേ, ഞാനിപ്പോൾ ഈ ചോരത്തളപ്പുള്ള സന്ദർഭമല്ലേ, ഇപ്പോഴൊന്നും നിങ്ങളെ പോലെ മുഷിഞ്ഞ് പള്ളിയിൽ പോയി കൂടാൻ സമയമായിട്ടില്ല, അല്ലെങ്കിൽ ഇസ്തിഗ്ഫാർ ചെയ്യാൻ സമയമായിട്ടില്ല എന്ന ശൈലിയിൽ പറയാറുള്ളതാണ്. ഏതായാലും അല്ലാഹു ഗഫൂറുർ റഹീം അല്ലേ, ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലാഹു ഗഫൂറാണ്, അല്ലാഹു റഹീമാണ്. അല്ലാഹു അങ്ങേയറ്റം മാഫി ചെയ്യുന്ന
ആളാണ്, അള്ളാഹു അങ്ങേറ്റം പുറത്തു വരുന്ന ആളാണ് എന്ന ആ പദം പിടിച്ചു തൂങ്ങി അതിലൂടെ പാപങ്ങൾ കൂമാരമായി ഹോൾസെലായി ഒരുമിച്ച് കൂട്ടുന്ന സമ്പ്രദായം. നേരത്തെ പറഞ്ഞ ആയത്ത് അതിന് ഘടകവിരുദ്ധമാണ്. എന്ത്? പാപങ്ങൾ കൂമ്പാരമായി കൂട്ടുന്നവർക്ക് പശ്ചാത്താപമില്ല. وليست التوبة للذين يعملون السيئات حتى إذا حضر أحدهم الموت قال إني تبت الآن. അവരിൽ നിന്നിട്ട് ഒരാൾക്ക് അവന്റെ വ്യാമോഹം എന്താണ്? മരണം ആസന്നമാകുമ്പോൾ അസ്തഗ്ഫിറുല്ലാഹ് പാടിയാൽ ശരിയായി. ആർക്കടോ മരണമാസന്നമാകുമ്പോൾ നിനക്ക് ഒരു അക്ഷരം ഉച്ചരിക്കാൻ സാധിക്കുമെന്നത് ആര് നിനക്ക് ഉറപ്പ് നൽകി? നമ്മുടെ മുമ്പിൽ നിന്നിട്ട് ഇങ്ങനെ വീഴുന്നു, അനക്കുമ്പോൾ അനങ്ങുന്നില്ല, ആള് എന്നോസ് വന്നു പോയി എന്നാണ് കേൾക്കുക. എത്ര സംഭവങ്ങൾ ഈ കാലഘട്ടങ്ങളിൽ, ഈ ആക്സിഡന്റ് ഒക്കെ വർദ്ധിച്ച കാലഘട്ടമാണ് ഈ കാലഘട്ടം. പണ്ടുള്ളതിനേക്കാൾ കൂടുതൽ ആക്സിഡന്റ് ഉണ്ടാവുന്ന കാലഘട്ടമാണ്, പെട്ടെന്നുള്ള മരണം ഉണ്ടാവുന്ന കാലഘട്ടമാണ്. അപ്പോൾ ആർക്കും ഉറപ്പില്ല. ഇസ്തിഗ്ഫാർ വരെ പറയാൻ, തൗബ വരെ ചെയ്യാൻ ചാൻസ് കിട്ടും മരണത്തിന് മുമ്പ് എന്ന് എനിക്കും നിങ്ങൾക്കൊന്നും പറയാൻ പറ്റൂല. ഞാൻ ആജിമാരോടും ഉമർക്കാരോടൊക്കെ പറയാറുണ്ട്, നാം എത്ര ഗതികെട്ട ജീവിതമാണ് ജീവിക്കുന്നത് എന്നത് മനസ്സിലാക്കാൻ ഈ ഞാനും നിങ്ങൾ ധരിച്ച് ഈ ഡ്രസ്സ് മയ്യത്ത് കുളിപ്പിക്കുന്ന മനുഷ്യനാണോ ഇത് ഊരുക, അല്ല നീ തന്നെ സ്വയം ഊരുമോ എന്ന് വരെ അറിയാൻ പറ്റാത്ത ദയനീയ അന്തരീക്ഷമാണ് നമ്മുടെ ജീവിതം. അതാണല്ലോ നമ്മുടെ ജീവിതം. അങ്ങനെ ജീവിക്കുമ്പോൾ ഇപ്പറഞ്ഞ രൂപത്തിലുള്ള ഈ നീട്ടിവെക്കുന്ന ശൈലി ഉണ്ടല്ലോ, എന്റെ അല്ലാഹു ഗഫൂറുർ റഹീം അല്ലേ, അത് പറ്റൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഇനത്തെ തൗബ സ്വീകരിക്കുകയില്ല എന്ന് പറഞ്ഞ ഈ വിഭാഗത്തിലാണ് പെടുത്തിയിട്ടുള്ളത്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ അല്ലാഹു ഗഫൂറുർ റഹീം എന്ന ആയത്ത് നബ്ബി ഇബാദി അന്നി അനൽ ഗഫൂറുർ റഹീം വഅന്ന അദാബി ഹുവൽ അദാബുൽ അലീം. സുബ്ഹാനല്ലാഹ്. അതിന് മറുപടി അവിടെ തന്നെ വന്നു. നബ്ബി ഇബാദി, എന്റെ അടിമകളോട് മുഹമ്മദേ നിങ്ങൾ വാണിംഗ് നൽകുക, വാർത്ത നൽകുക. സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ റസൂല് അള്ളാഹുവിനോട് പ്രധാന വാക്ക് പറയുമ്പോഴാണ് നബ എന്ന പദം ഉപയോഗിക്കുക. ഖുർആൻ പരിശോധിച്ചാൽ അറിയാം. സൂറത്തുൻ നബ ഉണ്ടല്ലോ, ഏതാണത്? അമ്മ യതസാഅലൂൻ. അവരെന്തിനെ കുറിച്ചാ ചോദിക്കുന്നത്? അനിൻ നബഇൽ അദീം, മഹാവാർത്തയെ കുറിച്ച്. അഥവാ പരലോകം എന്ന് പറയുന്ന ഒരു മഹാലോകമുണ്ട്, അതിനെ കുറിച്ച് അവർ ചോദിക്കുന്നത്. അപ്പോൾ മഹാവാർത്തയെ കുറിച്ചാണ് അള്ളാഹു നബി എന്ന പദപ്രയോഗം ഉപയോഗിക്കുക. അള്ളാഹു പറയുന്നു നബ്ബി ഇബാദി, എന്റെ അടിമകളോട് നിങ്ങൾ വാർത്ത നൽകുക. എന്ത്? അന്നി അനൽ ഗഫൂറുർ റഹീം, ഞാൻ അവർക്ക് അങ്ങേയറ്റം പുറത്തു കൊടുക്കുന്ന ആളാണ്. നിർത്തിയോ? അവൻ അങ്ങേയറ്റം പുറത്തു കൊടുക്കുന്ന ആളാണ്, അവൻ അങ്ങേയറ്റം അനുഗ്രഹിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞ ഉടനെ നിങ്ങൾ മറ്റൊരു വാർത്തയും കൂടി കൊടുക്കണം. അതെന്താണ്? എന്റെ ശിക്ഷ അത് ഭയാനകമാണ്, കഠിന കഠോരമാണ്, നിങ്ങൾക്ക് അനുഭവിക്കാൻ തന്നെ സാധിക്കാത്തതാണ്. രണ്ടും കൂട്ടിച്ചേർത്തിട്ട ബാലൻസ് ശരിയാക്കിയിട്ടാ പറയേണ്ടത്. ഏത്? ഈ സെക്സ് ഫിലിം കാണുമ്പോഴും ഈ തോന്നിവാസം ചെയ്യുമ്പോഴും ഈ കണ്ണ് ഇങ്ങനെ പത്രിയാൽ പോലെ എപ്പോഴും എന്ത് കണ്ടാലും തുറന്നു വെക്കുക. എന്തും അനുവദിച്ചതും കാണാം, അനുവദിക്കാത്തതും കാണാം. പറ്റൂല. നീ മുസ്ലിമാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അനുസരണശീലൻ. അപ്പോൾ തൊള്ള തുറക്കുമ്പോൾ ഞാൻ ഈ പറയുന്നത് അള്ളാഹ് അനുവദിച്ചതാണോ, ഞാൻ ഈ പറയുന്ന പ്രാർത്ഥന അള്ളാഹ് അനുവദിച്ചതാണോ, ഞാൻ ഈ ചോദിക്കുന്നത് അള്ളാഹുവോട് മാത്രമാണോ, അല്ല അള്ളാഹു സൃഷ്ടിച്ചതായ കാറ്റിക്കുന്ന മുദ്രിക്കുന്ന മനുഷ്യന്മാരോടോ ജിന്നുകളോടോ ആണോ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ശക്തികളിൽപ്പെട്ട മലക്കുകളോട് ആണോ? അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ 112 തവണ പാടില്ല എന്ന് തീർത്ത് പറഞ്ഞ, അള്ളാഹിനോടല്ലാതെ പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് തീർത്ത് പറഞ്ഞ ആ കൽപ്പനയ്ക്ക് വിപരീതമാണോ ഞാൻ ചെയ്യുന്നത് എന്ന് ഓർത്തിട്ടായിരിക്കണം സംസാരിക്കേണ്ടത്, എന്ന് ഓർത്തിട്ടായിരിക്കണം പറയേണ്ടത്. അതുകൊണ്ടാണല്ലോ ഇവിടെ സൗദി അറേബ്യയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, വഹി ഇറങ്ങിയ നാട്ടിൽ, ഖുർആൻ ഇറങ്ങിയ നാട്ടിൽ, മലക്കുകൾക്ക് ഇറങ്ങിയ നാട്ടിൽ, ജിബ്രീൽ ഇറങ്ങിയ നാട്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു സ്വർണ്ണ അവസരമാണ്. റസൂലുള്ളാഹിന്റെ ഖബറിന്റെ പരിസരത്തിൽ പോലീസുമാരും പറാവ് നിൽക്കുന്നവരും അതുപോലെ പണ്ഡിതന്മാരും ഉപദേഷ്ടാക്കളും നിൽക്കുന്നു. എന്തിനാണത്? സിയാറത്തിനെ വിരോധിക്കാനോ? അങ്ങനെ അറിവില്ലാത്തവർ പണ്ട് എന്നെ ആക്ഷേപിച്ച് 30-40 കൊല്ലം മുമ്പ് ക്ലാസ് എടുത്തപ്പോൾ ആ ക്ലാസ്സിനെ എതിർത്തിട്ട് സംസാരിച്ചിട്ട് ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട്. ഒരിക്കലുമല്ല, ഞാൻ അവിടെ ജോലി ചെയ്ത ആളാണ്. ഇതേ റസൂലുള്ളാഹി അന്തവിഷം കൊള്ളുന്നതായ സ്ഥലത്ത് പോലീസിന്റെ കൂടെ പണ്ഡിതനായി നിൽക്കുന്ന ആ പണ്ഡിതന്റെ ജോലി ചെയ്ത ആളാണ് ഞാൻ. അവിടെ നിന്ന കാലഘട്ടത്തിൽ ഞാൻ ചെയ്ത ജോലി എനിക്കറിയാം. അവിടെ നിൽക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ജനങ്ങൾ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യവിഷം കൊള്ളുന്ന സ്ഥലത്തിലേക്ക് എത്തിയപ്പോൾ അവർ പറഞ്ഞതായ വാക്കിന് ഘടകവിരുദ്ധമായ ഒരു
തെറ്റും ചെയ്യാൻ പാടില്ല എന്ന് നമ്മുടെ ഇമാമുകൾ, ഇമാം നവവി ആവട്ടെ, അവർക്ക് മുമ്പ് ഇമാം ഷാഫി ആവട്ടെ, അവർക്ക് ശേഷം ഇമാം ഷാഫിക്ക് ശേഷം ഇമാം ഗസാലി ആവട്ടെ, അവരെല്ലാം വളരെ കർശനമായ ഭാഷയിൽ പറഞ്ഞ ശൈലികളുണ്ട്. ആ ശൈലി അവിടെ വിറ്റാക്കാനാണ്. ഇങ്ങനെ ചുട്ടു തിന്നാനുള്ളതല്ല ഖുർആനിന്റെ ആയത്തുകൾ, ചുട്ടു തിന്നാനുള്ളതല്ല ഹദീസുകൾ, ചുട്ടു തിന്നാനുള്ളതല്ല നമ്മുടെ നേതാക്കളായ ഇമാമുകളുടെ വചനങ്ങൾ, മറിച്ചത് ജീവിതത്തിൽ പകർത്താനുള്ളതാണ്. ലൈസ മിന സുന്നത്തി, ഗസാലി ഇമാമിന്റെ വാക്ക് ആരാധിച്ചോട് തിന്നിട്ട് എന്നെ പോലത്തതായ മുസ്ലിംമാർ പള്ളി നിറച്ചിട്ട് പണ്ട് പഠിച്ച വാക്കാണത്. എന്ത്? ലൈസ മിന സുന്നത്തി, സുന്നികൾ ചെയ്യേണ്ടതല്ല. അൻത തസ്മസ്സഹ ബിൽ ജിദാരി, ഖബർ സന്ദർശന സന്ദർഭത്തിൽ അതിന്റെ മതിലുകൾ, അതിന്റെ ചുമരുകൾ തൊട്ടു ചുംബിക്കുക എന്നത്. അൻത തഖബ്ബല ബിൽ ജിദാരി വലാ തമസ്സഹു, അതിനെ തൊടലോ അല്ലെങ്കിൽ തൊട്ടി ചുംബിക്കലോ അതിനെ സ്പർശിക്കലോ പാടേണ്ടതല്ല. ഇന്നമാ ദാലിക, ഈ ജോലി ആരുടേതാണെന്നാണ് ഞങ്ങൾ പള്ളിദർസിൽ പഠിച്ചത്. ഈ പഠിച്ചത് വിദ്യാഭ്യാസം അത്രയേ ഉള്ളൂ. പേര് മാറ്റണം എന്ന് വരെ എനിക്ക് അഭിപ്രായമില്ല. പേര് നമ്മുടേത് അഹ്ലുസുന്ന വൽ ജമാഅ എന്ന് തന്നെ ആവണം, എന്ന് തന്നെ ആയിക്കോട്ടെ. എന്താ അഹ്ലുസുന്ന എന്ന് പറഞ്ഞാൽ? ഖുർആനും ഇതിന്റെ വിശദാംശമാകുന്ന സുന്നത്തും അനുസരിച്ച് ജീവിക്കുന്ന ആൾ. വൽ ജമാഅ എന്ന് പറഞ്ഞാലോ, ഇവിടെ പണ്ട് റസൂലുള്ളാഹിന്റെ ബാക്കിൽ അണിനിരന്ന് ജീവിച്ച, ഇസ്ലാമിന് വേണ്ടി കഴുത്തും തറവും മുറിച്ചു കൊടുത്ത നമ്മുടെ നേതാക്കളായ, ഇവിടുന്ന് തന്നെ സ്വർഗത്തോപ്പിലേക്കുള്ള ടിക്കറ്റ് കിട്ടിയതായ നേതാക്കളാവുന്ന മുഹാജിറുകൾ, അൻസാറുകളുടെ ബാക്കിൽ അണിനിരന്ന ആൾ. അതാണ് അഹ്ലുസുന്ന വൽ ജമാഅ എന്ന വാക്കിന്റെ അർത്ഥം. അപ്പോൾ അവർ കാട്ടാത്തത്, അവർ ചെയ്യാത്തത്, അവർ പറയാത്തത്, അവർ പ്രവർത്തിക്കാത്തത് നാം ചെയ്താൽ നാം സുന്നിയാവും. അതുകൊണ്ടാണ് ലൈസ മിന സുന്നത്തി എന്ന പദപ്രയോഗം ഗസാലി ഇമാം ഉപയോഗിക്കാൻ കാരണം. സുന്നികൾ ചെയ്യേണ്ടതല്ല. എന്ത്? ഖബർ സന്ദർശിക്കുമ്പോൾ ആ ഖബറിന്റെ പരിസരത്തിൽ വെച്ചിട്ട് ഇന്ന് കാട്ടുന്നത് അതൊക്കെയാണോ? അതിനേക്കാളും വലുതാണ് റസൂലുള്ളാഹിന്റെ ഖബറാവട്ടെ, ഏത് ഖബറാവട്ടെ. ബഹുഭൂരിപക്ഷം മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് എന്താണ്? ആരോടും ചോദിക്കാം. എന്താ പിന്നെ എന്തോടോ വ്യത്യാസം? അള്ളയും ശക്തികളുമായിട്ട് എന്താ വ്യത്യാസം? അള്ളാഹ് പറയുന്നു, നിങ്ങൾ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഞാനും എന്റെ ശക്തികളുമായുള്ള ചാഞ്ച് നിങ്ങളുടെ പ്രവർത്തനത്തിലൂടെ, നിങ്ങളുടെ നമസ്കാരത്തിലൂടെ, നിങ്ങളുടെ പ്രാർത്ഥനകളിലൂടെ നിങ്ങൾ അത് തുറിച്ച് നിങ്ങളുടെ പ്രാക്ടിക്കലാക്കി കാണിക്കണം. അതെങ്ങനെയാണ്? അള്ളാഹു പറയുന്നു, അള്ളാഹുവായ എന്നെ അല്ലാതെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുള്ളതേ അല്ല. മുഹമ്മദേ പ്രഖ്യാപിക്കൂ. സൂറത്തുൽ ജിന്നിൽ 1, 2 തവണയല്ല ഈ ശൈലി ഖുർആനിൽ. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 112 തവണയാണ്. ഇന്നമാ അദ്ഉ റബ്ബി, നിങ്ങൾ പ്രഖ്യാപിക്കുക, ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ. വലാ ഉശ്രികു ബിഹി അഹദാ, റബ്ബിനോട് കൂടി ഒരു ശക്തികളെയും ഞാൻ പങ്കു ചേർക്കുന്നതേ അല്ല, ഒരു വസ്തുവിനെയും പങ്കു ചേർക്കുന്നതല്ല. അല്ലാഹുവല്ലാതെ ഞാൻ പ്രാർത്ഥിക്കുക തന്നെ ഇല്ല എന്ന് മുഹമ്മദേ നിങ്ങൾ പ്രഖ്യാപിക്കൂ. എന്തിനാണ്? നാം അത് പ്രാക്ടിക്കലാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതൊക്കെ എന്തിനാണ് ഞാൻ പറയുന്നത്? ഇന്ന് മക്ക ഇമാം പറഞ്ഞ ഇസ്തിഗ്ഫാർ എന്ന പദം പറയുമ്പോൾ ഇസ്തിഗ്ഫാറിന്റെ കൂടെ കൂട്ടിച്ചേർക്കേണ്ട പദമാണ്. മക്ക ഇമാം പറഞ്ഞ ഭാഗമാണ് ഇന്നല്ലാഹ, അല്ലാഹു ലാ യഗ്ഫിറു, പുറത്തു തരുന്നതല്ല, അയ്യുശ്റക ബിഹി, അല്ലാഹുവിന്റെ കൂടെ മറ്റുള്ളവരെ പങ്കു ചേർത്ത് അല്ലാഹുവേ രക്ഷിക്കണമെന്ന് പറയും പോലെ, അല്ലാഹുവേ കാക്കണമെന്ന് പറയും പോലെ, അല്ലാഹുവേ പ്രശ്നം പരിഹരിക്കണം എന്ന് പറയും പോലെ, ശക്തികളോടും മുഹമ്മദ് ശൈഖിയെ കാക്കണേ, അല്ലെങ്കിൽ ബദരീങ്ങളെ കാക്കണേ, അല്ലെങ്കിൽ കാശിക്കുന്ന മൂത്രിക്കുന്ന മനുഷ്യന്മാരെ അല്ലാഹുവിനോട് തുല്യപ്പെടുത്താം. മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ, എന്റെ കൂട്ടരെ നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു ചിന്തിക്കാൻ ബുദ്ധിയില്ലേ? ഷിട്ടാവായ റബ്ബിനോട് ഷിട്ടികളെ തുല്യപ്പെടുത്താനോ? എന്തേ റബ്ബിനെ നിങ്ങൾ ബഹുമാനിക്കാത്തത്? അല്ല ചോദിക്കാൻ. എന്തേ നിങ്ങൾ റബ്ബിനെ ആദരിക്കാത്തത്? അടിമകൾക്ക് നിങ്ങൾ ശിക്ഷിച്ച റബ്ബ് പോലെ ശിക്ഷിച്ച റബ്ബ് എങ്ങനെ തിന്നണം, എങ്ങനെ തിന്നാൻ വേണ്ടി ആദ്യം ഉമ്മാന്റെ പള്ളയിൽ കിടക്കുമ്പോൾ ആ പള്ളയിൽ ഭക്ഷണമില്ലാത്തത് കൊണ്ട് അവളുടെ ഹൈവിനെ ക്യാൻസൽ ചെയ്തിട്ട് അതിനെ തബ്ദീൽ ചെയ്തിട്ട് പാലാക്കി മാറ്റിയിട്ട് നിന്റെ തൊള്ളയിലേക്ക് ഇട്ട് തന്ന റബ്ബ്, ആ റബ്ബിന് നിന്റെ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കൂലേ? നിന്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ പറ്റൂലേ? നിന്റെ കടം വീട്ടാൻ പറ്റൂലേ? നിനക്ക് ചോദിക്കാൻ അവനല്ലാതെ ഷിട്ടാവുണ്ടോ? ഇല്ല. അതുകൊണ്ട് അള്ളാഹുവിന് ഏറ്റവും വലിയ ദേഷ്യം എന്തിനോടാണ്? അള്ളാഹിന്റെ കൂടെ ശിട്ടികളെ പങ്കു ചേർക്കുന്നതിനോട് ആണ്. അതുകൊണ്ടാണ് ഈ ശൈലി ഖുർആൻ ഉപയോഗിക്കാൻ കാരണം. ഇന്നല്ലാഹ് മക്ക ഇമാമിന്റെ ചർച്ച ചെയ്ത വിഷയമാകുന്ന ഇസ്തിഗ്ഫാറിന്റെ ഹൃദയഭാഗമാണ്. എന്ത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി, അള്ളാഹിന്റെ കൂടെ ആരെങ്കിലും പങ്കു ചേർക്കുക എന്ന പാപത്തെ പുറത്തു തരിക തന്നെ ഇല്ല. വയഗ്ഫിറു മാ ദൂന ദാലിക, അതല്ലാത്ത പാപങ്ങൾ അല്ലാഹു പുറത്തു തരും. ആർക്ക്? ലിമൻ യശാ, ഉദ്ദേശിച്ചവർക്ക് മാത്രം. അതുകൊണ്ട് ഞാൻ നേരത്തെ ഓതി വെച്ച ആയത്തിൽ ഉദ്ദേശിച്ചവരാരാണെന്ന് എനക്കും നിങ്ങൾക്കും ഉറപ്പില്ലാത്തതുകൊണ്ട് അങ്ങനെയാണല്ലോ നമ്മുടെ ജീവിതത്തിന്റെ സ്ഥിതി. നമ്മുടെ ജീവിത രീതിയിൽ അള്ളാഹുവിനോട് എന്തോ ഇഷ്ടമെന്ന് പറയാൻ ആർക്കും സാധിക്കുന്നതല്ല. കാരണം അത്രയും നമ്മെ സംബന്ധിച്ചിടത്തോളം തെറ്റുകളിൽ മുഴുകി ജീവിക്കുകയാണ്. പക്ഷെ അള്ളാഹുവിന്റെ വിശാലമായ അനുഗ്രഹത്തിലൂടെ എന്റെ അടിമകളോട് നിങ്ങൾ പ്രഖ്യാപിക്കൂ മുഹമ്മദ്. എങ്ങനെയുള്ള അടിമകളാണ്?
അവർ ശരീരത്തെ ആക്രമിച്ച് ജീവിച്ചതായ ആ പാപികളായ ദോഷികളായ അടിമകൾ എന്ത് അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്നിട്ട് നിങ്ങൾ നിരാശപ്പെടരുത്, ആശ പറഞ്ഞു പോകരുത്. അള്ളാഹു നിങ്ങളുടെ സർവ്വ പാപങ്ങളും പുറത്തു തരും. എന്തേ? അള്ളാഹു അങ്ങേറ്റം മാഫി ചെയ്യുന്ന ആളാണ്. പക്ഷെ എന്ത് വേണം? അള്ളാഹിലേക്ക് നിങ്ങൾ മടങ്ങണം, അള്ളാഹ്ക്ക് നിങ്ങൾ കീഴടങ്ങണം, അള്ളാഹു നിങ്ങൾ സമർപ്പിക്കണം. അതാണ് നേരത്തെ ഓതി വെച്ച ആയത്തിൽ അല്പം മുമ്പ് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ച ആയത്ത് മക്ക ഇമാം ചർച്ച ചെയ്ത ഭാഗത്തുള്ളതായ സാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹാ അസ്സമാവാതു വൽ അർദ് ഉഇദ്ദത് ലിൽ മുത്തഖീൻ അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വൽളറാഇ വൽകാദിമീന അൽഗൈള വൽആഫീന അനിൻ നാസ് വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. ആരാണത്? സാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിന്റെ പാപമോചനത്തിലേക്ക് അടിമകളെ നിങ്ങൾ ഓടി വരൂ. നമ്മ മാടി വിളിക്കാണ്, ഷിട്ടാവായ റബ്ബ് ഷിട്ടികളെ മാടി വിളിക്കാണ് അവന്റെ മഗ്ഫിറത്തിലേക്ക്. നിങ്ങളുടെ നാഥന്റെ പാപമോചനത്തിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? ഓടി വരുക എന്റെ അടിമകളെ. പിന്നെയോ ജന്നത്തിൻ, അവന്റെ സ്വർഗ്ഗലോകത്തിലേക്ക്, ആ രമ്യഹർമ്മങ്ങളിലേക്ക്, ആ പൂന്തോപ്പുകളിലേക്ക്, ആ കൊട്ടാരങ്ങളിലേക്ക്, ആ വിശാലമായ ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു കാതും കേട്ടിട്ടില്ലാത്ത, ഒരു ഹൃദയത്തിൽ ഉദിപ്പിക്കാൻ പോലും സാധിക്കാത്ത രൂപത്തിലുള്ളതായ വിശാലമായ അനുഗ്രഹങ്ങൾ നിറഞ്ഞു കിടക്കുന്ന സ്വർഗ്ഗലോകത്തിലേക്ക് നിങ്ങൾ ഓടി വരൂ അടിമകളെ. നമ്മെ ആടി വിളിക്കുകയാണ്. എങ്ങനെയുള്ള സ്വർഗമാണ് അത്? നിങ്ങൾ ഭൂമിയിലുള്ളവർ മുഴുവനും കടന്നാൽ നിറയൂല. എന്തേ? അതിന്റെ വീതി തന്നെ ആകാശഭൂമിയുടെ അത്രയാണ് അതിന്റെ വീതി. അത്ര അകൽച്ചയുള്ള ഒരു സാധനത്തിന്റെ നീളം പിന്നെ പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. ആർക്കുള്ളതാണത്? അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്കും തയ്യാർ ചെയ്യുന്നതായ സാധനമാണ് സ്വർഗം എന്ന് പറഞ്ഞാൽ ആരാണ് ആ മുത്തഖീങ്ങൾ? ശ്രദ്ധിക്കുക, അടിവരയിടുക. ആരാണ് മുത്തഖീങ്ങൾ? അല്ലദീന യുൻഫിഖൂന, അല്ലാഹുവിന്റെ വഴിയിൽ അവർ ചെലവഴിക്കും. ഫിസ്സറാഇ വല്ലറാ, പ്രയാസമുള്ള സമയമാവട്ടെ, ബുദ്ധിമുട്ടുള്ള സമയമാവട്ടെ, അല്ലെങ്കിൽ എളുപ്പമുള്ള സമയമാവട്ടെ, ഏത് സമയമാണെങ്കിലും അവരാൽ സാധിക്കുന്ന രൂപത്തിൽ അല്ലാഹുവിന്റെ വഴിയിൽ ചെലവഴിച്ചുകൊണ്ടേയിരിക്കും. അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാ വൽകാദിമീന അൽഗൈള, കോപത്തെ അടക്കി വെക്കാൻ സാധിക്കുന്നവരാണ്. കോപം വരുമ്പോൾ ഉടനെ തന്നെ 100 തലാഖ് പാസാക്കലല്ല, കോപം വരുമ്പോൾ ഉടനെ തന്നെ ശിർക്കിന്റെ പദപ്രയോഗങ്ങൾ ഉപയോഗിക്കലല്ല. കോപം വരുന്ന സമയത്ത് അള്ളാഹുവിനെ മറന്നിട്ട് എന്ത് അള്ളാഹ് എന്നെ കാണുന്നില്ലേ, എന്തൊരു കാറ്റ്, എന്തൊരു രോഗം, എന്തൊരു പരീക്ഷണം എന്നൊക്കെ പറയല്ല. നീ അള്ളാഹിന്റെ അടിമയാണ്, നീ അള്ളാഹിന്റെ ദാസനാണ്. ദാസനായതുകൊണ്ട്, അടിമയായതുകൊണ്ട് നിന്നെ അള്ളാഹ് നിർത്തിയെടുത്ത് നിൽക്കൽ നിന്റെ ബാധ്യതയാണ്. അതുകൊണ്ട് നിന്നെ ഈ പരീക്ഷ ലോകത്ത്, ഈ ഭൂമി ലോകത്ത് നീ പരീക്ഷണത്തിലാണ് എന്ന ബോധം വേണം. അതുകൊണ്ട് എന്ത് വരികയാണെങ്കിലും സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, അള്ളാഹുവിൽ അടിയുറച്ച് ജീവിക്കുന്ന വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കണ്ണിലുണ്ടിയായ, ഇവിടെ അത്യവിഷമമുള്ളവരായ, ഈ സ്ഥലത്ത് നമസ്കരിച്ചവരാണെന്ന് പറയപ്പെടുന്നവരായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മുഅ്മിനിന്റെ സത്യവിശ്വാസിയുടെ കാര്യം അത്ഭുതം തന്നെ. ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ, അവന്റെ ജീവിതം ആസകലം അവന്റെ നന്മയാണ്, അവന്റെ എല്ലാ കാര്യവും നന്മയാണ്. ഇൻ അസാബതു സറാഉ ശകർ ഫകാന ഖൈറൻ ല, അവന് സന്തോഷം വരുമ്പോൾ അവൻ അല്ലാഹുവോട് ശുക്രൻ റബ്ബി, നന്ദി പ്രകടിപ്പിക്കുന്നു. ചിലപ്പോൾ സുജൂദ് ചെയ്യുന്നു, ചിലപ്പോൾ റുകൂഅ് ചെയ്യുന്നു, അല്ലാഹുവിന് നന്ദി പ്രകടിപ്പിക്കുന്ന പ്രവർത്തനത്തിലൂടെ. പിന്നെയോ വൈന അസാബതു ദറാഉ സബർ, ഇനി അവന് പ്രയാസമാണ് വരുന്നതെങ്കിൽ അവൻ വെപ്രാളപ്പെടുന്നതല്ല, നാം കാട്ടും പോലെ വെപ്രാളപ്പെടുന്നതല്ല. വൈന അസാബതു ദറാഉ, അവന്റെ പ്രയാസം വരുമ്പോൾ അവൻ എന്ത് കാട്ടും? സബർ, ക്ഷമ കൈകൊള്ളും. അല്ലാഹു തന്നതല്ലേ, അല്ലാഹുവിന്റെ ഭാഗത്ത് വരുന്നതൊക്കെ വരട്ടെ, ഞാൻ എന്ത് കാട്ടി ഇതിന് വേണ്ടിയിട്ട്? അവിടെ ഹംസത്തുൽ അബ്ദുൽ മുത്തലിബ് കരൾ മുറിച്ചു കൊടുത്ത നാട്ടിലേക്ക് വന്നിട്ട് ആ കരൾ മുറിച്ചു കൊടുത്തതായ ആ മതത്തിന് വേണ്ടി ഒരു തുള്ളി വേർപ്പെങ്കിലും ഒലിപ്പിക്കാത്ത ഞാൻ എന്ത് കാട്ടി മതത്തിന് വേണ്ടി എന്ന് ചിന്തിക്കാൻ സാധിക്കണം. മദീനത്ത് വന്ന് പോകുമ്പോൾ, പുണ്യഭൂമിയിൽ വന്ന് പോകുമ്പോൾ ഇവരൊക്കെ എന്തിനാണ് കഴുത്ത് മുറിച്ചു കൊടുത്തത്? റസൂലുള്ളാഹി വേദനിച്ച് പ്രയാസപ്പെട്ടു. റസൂലുള്ളാഹിയുടെ മുമ്പിൽ വെച്ചിട്ട്, പണ്ട് മിനയിൽ വെച്ചിട്ട് മഹാത്മാക്കളായ ആ സഹാബാക്കൾ മദീനയിൽ നിന്നിട്ട് വന്നവർ റസൂലുമായി ഉടമ്പടി ചെയ്തു. ആ ഉടമ്പടിയിൽ പെട്ടതാണ്, നിങ്ങൾ മദീനത്ത് വന്നോളി, നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾ കൊണ്ടുവന്ന മതത്തിന് വേണ്ടി ഞങ്ങൾ ഞങ്ങൾ എന്ത് വേണമെങ്കിലും സമർപ്പിക്കാൻ തയ്യാറാണ്. ആ സമർപ്പിക്കാൻ തയ്യാറാണെന്ന് വാഗ്ദാനം ചെയ്ത സഹാബാക്കൾ ഈ കാണുന്ന ആ പോർക്കളത്തിന്റെ മുമ്പിൽ വെച്ചിട്ട് 1 അല്ല 2 അല്ല 3 അല്ല ഒരവസരത്തിൽ റസൂലുള്ളാഹിയെ കാഴ്ചപ്പെടുകയാണ്. റസൂലുള്ളാഹിക്ക് വരുന്ന അമ്പുകളെ സ്വീകരിച്ചുകൊണ്ട് 7 പേര് നരമ്പതിക്കപ്പെടുന്നു. 7 പേര് നരമ്പതിക്കുന്നു. ഓരോ വ്യക്തി വീഴുമ്പോൾ റസൂലുള്ളാഹി മടിയിൽ കയറ്റി വെക്കുന്നു. അദ്ദേഹം അന്ത്യശ്വാസം വലിക്കുന്നു. 2ാം വ്യക്തി, 3ാം വ്യക്തി, 4ാം വ്യക്തി 7ലേക്ക് എത്തുന്നു. അല്ലാഹു റസൂൽ പറയുന്നു, നമ്മുടെ സഹാബാക്കളോട് നാം ശരിക്ക് നീതി പുലർത്തിയിട്ടില്ലല്ലോ. അവർ ചെയ്ത വാഗ്ദാനം അവർ പുലർത്തി.
അതേ സമയത്ത് നാം ചെയ്തതായ വാഗ്ദാനം നാം പുലർത്തിയോ എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി ഖേദിച്ച രംഗം ഈ കാണുന്ന ഉഹദ് പോർക്കളത്തിന്റെ മുമ്പിലാണ്. അതൊക്കെ നമ്മുടെ മുമ്പിൽ വിട്ടുകിടക്കുമ്പോൾ ഞാൻ എന്നോട്, എന്റെ സദസ്യരോട്, പ്രത്യേകിച്ച് സന്ദർശനത്തിന് വേണ്ടി വന്നതായ സുഹൃത്തുക്കളോട്, സഹോദരന്മാരോട്, സഹോദരികളോട് ചോദിക്കുന്നു, നാം എന്ത് കാട്ടി നമ്മുടെ മതത്തിന് വേണ്ടി? ഞാൻ എന്റെ ഭാര്യ ഒരു തട്ടാനി എന്ന തത്വമായി ജീവിക്കുകയാണ്. എനിക്ക് എന്റെ വീട്, എന്റെ കൂട്ടുകാർ, അല്ലെങ്കിൽ എന്റെ ഭാര്യ, എന്റെ കുട്ടികൾ, എന്റെ സന്താനങ്ങൾ എന്നൊക്കെ ചിന്തിക്കാല്ലാതെ നമ്മുടെ വിസ കൊണ്ട് ഇസ്ലാമിന് വേണ്ടി നാം പ്രവർത്തിക്കണം. പൊതുവിൽ ഇസ്ലാമിക സേവനം അല്ലെങ്കിലും എന്റെ ശരീരത്തെയെങ്കിലും രക്ഷിക്കാൻ, എന്റെ കുട്ടികളുടെ ശരീരത്തെയെങ്കിലും രക്ഷിക്കാൻ, എന്റെ ഭാര്യയുടെ ശരീരത്തെയെങ്കിലും രക്ഷിക്കാൻ അള്ളാഹ് പറഞ്ഞതുപോലെ ഖുർആനിൽ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ മാത്രമല്ല നിങ്ങളുടെ കുടുംബത്തിന്റെയും ശരീരത്തെ നിങ്ങൾ നരകത്തെ തൊട്ട് മോചിപ്പിക്കണം എന്ന് കൽപ്പിച്ച കൽപ്പന ഫിറ്റാക്കാൻ എന്നെ കൊണ്ട്, നിങ്ങളെ കൊണ്ട് സാധിച്ചോ? അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിച്ചോ? ഇതൊക്കെ ചിന്തിക്കേണ്ട ഭാഗമാണ് മദീനത്ത് വന്നു പോകുമ്പോൾ. കാരണം ഇവിടെ ഇസ്ലാമിന് വേണ്ടി നാം ഉൾക്കൊള്ളുന്ന ആദർശത്തിന് വേണ്ടി കഴുത്ത് മുറിച്ചു കൊടുത്തവരുടെ നാട്ടിലാണ് വരുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. 1400 കൊല്ലം മുമ്പത്തെ മദീന, ആ മദീനയിലേക്ക് ഇപ്പോൾ കാണുന്ന ഈ പഴുകൂറ്റം കെട്ടിടങ്ങൾക്ക് അതൊക്കെ നിങ്ങളുടെ മുമ്പിൽ നിന്നിട്ട് ഒന്ന് ഒഴിവാക്കി റസൂലുള്ളാഹിന്റെ ആ കാലഘട്ടം ഒന്ന് ഓർമ്മയിൽ വരുത്തുക. എന്താണത്? 70 യുദ്ധം 10 കൊല്ലത്തിലൂടെ. എത്ര? 70 പോരാട്ടം 10 കൊല്ലത്തിലൂടെ. ഒരു കൊല്ലത്തിൽ എത്ര പോരാട്ടമായി? 7 പോരാട്ടമായി. അങ്ങനെ 7 പോരാട്ടം. ഇതെന്തിനു വേണ്ടിയാണ്? ഏത് ഹക്കായി പുലരണം, സത്യം സത്യമായി പുലരണം. ഏതാണ് സത്യം? അല്ലാഹു അല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കാൻ, ആരാധിക്കാൻ, നേർച്ചയാക്കാൻ, അറക്കാൻ, ജീവിക്കാൻ, മരിക്കാൻ ഒച്ചത്തിൽ പറയുന്നതാണ്. നിങ്ങൾ ഉംറയ്ക്ക് വേണ്ടി പോകുമ്പോൾ പറയുന്ന ലബ്ബൈക്കിലുള്ള ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന പദത്തിലുള്ള തത്വമാണത്. ഏത്? ഇന്ന സലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്റെ പ്രാർത്ഥനകൾ, എന്റെ നമസ്കാരങ്ങൾ, എന്റെ നേർച്ച വഴിപാടുകൾ, അറിവുകൾ, എന്റെ ജീവിതം, എന്റെ മരണം ഇതെല്ലാം ആർക്കാണ്? മദീശേഖനോ, ഇഫാശേഖനോ, മമ്പത്തങ്ങൾക്കോ, അല്ലെങ്കിൽ ബദരീങ്ങൾക്കോ, അല്ലെങ്കിൽ മുഹ്ദിങ്ങൾക്കോ അല്ല. അവരൊക്കെ ആരെ വിളിച്ച് പ്രാർത്ഥിച്ചു? അവരൊക്കെ ആർക്ക് വേണ്ടി ജീവിച്ചു? ആ റബ്ബിന് വേണ്ടിയാണ്. ആ റബ്ബിന് വേണ്ടിയാണ്. അതാണ് ലില്ലാഹി റബ്ബിൽ ആലമീൻ. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക് ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക ലാ ശരീക ലക. നിന്റെ കൂടെ ഇതിലൊന്നും ആരെയും ഞങ്ങൾ പങ്കു ചേർക്കുന്നില്ല. നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ, നിന്നോട് മാത്രമേ ഞങ്ങൾ പ്രാർത്ഥിക്കുകയുള്ളൂ എന്ന പണ്ട് ആ തത്വം സ്ഥാപിക്കാൻ വേണ്ടിയാണ് ഖുർആൻ പറയുന്നു. പണ്ട് ബദർ യുദ്ധം നടന്നത്, പണ്ട് ഉഹദ് യുദ്ധം നടന്നത്, പണ്ട് ഹുനൈൻ യുദ്ധം നടന്നത്, പണ്ട് തബൂക്ക് യുദ്ധം, അതുപോലെ യുദ്ധങ്ങൾ മുഴുവൻ റസൂലുള്ളാഹി നടത്തിയ സർവ്വ പോരാട്ടങ്ങൾ നടന്നത് എന്തിനാണ്? എന്നെയും നിങ്ങളെയും മുഹീദീങ്ങളാക്കാൻ, മുസ്ലിമീങ്ങളാക്കാൻ, ഏകദൈവ വിശ്വാസികളാക്കാൻ, അല്ലാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന മുത്തഖീങ്ങളാക്കി മാറ്റാൻ വേണ്ടിയാണ്. ഇത് നമ്മുടെ മുമ്പിൽ വെച്ച് ചിന്തിക്കുമ്പോൾ മക്ക ഇമാമ ചർച്ച ചെയ്ത ആ ഇസ്തിഗ്ഫാറിലേക്ക് ചെല്ലാൻ എളുപ്പമാണ്. എന്തേ? ഒരാള് ശിർക്കിൽ നിന്നിട്ട് മോചിച്ചു കഴിഞ്ഞാൽ അവന്റെ ഇസ്തിഗ്ഫാർ അല്ലാഹു സ്വീകരിക്കുമെന്ന ഓഫർ കിട്ടിക്കഴിഞ്ഞു. നിർബന്ധമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരാൻ സാധ്യതയുണ്ട് എന്ന ആ ഇനത്തിൽപ്പെടും. അതുകൊണ്ട് ആ ഇനത്തിൽ പെടാൻ വേണ്ടി പരിശ്രമിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മക്ക ഇമാമും ഇന്ന് പ്രസംഗിച്ച ഇമാമും, മദീന ഇമാമും ഇന്ന് പ്രസംഗിച്ച ഇമാമും, രണ്ടുപേരും അവർ ഇവിടുത്തെ ഇമാമുകളാണെങ്കിലും ആദ്യമായിട്ടാണ് അവരെ ഓതുന്നത്. ഇന്ന് മക്കയിലും മദീനയിലും ഇവിടുത്തെ നേതൃത്വത്തിന്റെ അനുവാദത്തോടു കൂടി ആ മദീന ഇമാമിന്റെ ഖുതുബയിൽ പറഞ്ഞതായ ഖുർആൻ ഇത് സുബ്ഹാനല്ലാഹ് ഇന്ന ഹാദൽ ഖുർആൻ യഹ്ദി ലില്ലതീ ഹിയ അഖ്വം. ഡസൻ കണക്കിൽ ആയത്തുകൾ അദ്ദേഹം റസൂലുള്ളാഹിന്റെ മിമ്പറിന്റെ മീതെ വെച്ചിട്ട് നിരത്തി വെച്ചു. അത് നിങ്ങൾ കേട്ടതായിരിക്കും. അതിൽ ഒന്നാണ് ഞാൻ കേൾപ്പിക്കുന്നത്. ഇന്ന ഹാദൽ ഖുർആൻ യഹ്ദി ലില്ലതീ ഹിയ അഖ്വം വയുബശ്ശിറുൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്സാലിഹാത്തി അന്ന ലഹും അജ്റൻ കബീറാ വഅന്ന അല്ലദീന ലാ യുമിനൂന ബിൽ ആഖിറതി അഅതദ്നാ ലഹും അദാബൻ അലീമാ. ഇത് ഇന്ന ഹാദൽ ഖുർആൻ യഹ്ദി ലില്ലതീ ഹിയ അഖ്വം. ഈ ലോകാത്ഭുത ഗ്രന്ഥം മനുഷ്യരാശിയെ എവിടേക്കാ കൊണ്ടുപോകുന്നത്? ഏറ്റവും ഉന്നത ഉത്തമമായ ഏറ്റവും ചൊവ്വായ റൂട്ടിലേക്കാണ്. ഇതിൽ വളവ് തിരിവുകളില്ല, ഇതിൽ അനിസ്ലാമിക തരീഖത്തുകളില്ല, ഹഖീഖത്തുകളില്ല, മഅരിഫത്തുകളില്ല. അതിൽ എന്ത് മാത്രമേ ഉള്ളൂ? ഇസ്ലാമിക ശരീഅത്ത് മാത്രമേ ഉള്ളൂ. നിങ്ങളെ ഞാൻ ഒരു ശരീഅത്ത് നൽകിയിട്ട് ഇവിടെ നിയോഗിച്ചു, അതിന്റെ ബേക്കിൽ നിങ്ങളാണ് നടക്കുക. അറിവില്ലാത്തവർ വരുന്നതിലുണ്ടല്ലോ ഉപറോട്സുകളിലേക്ക് നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ അള്ളാഹു റൂട്ടിൽ നിന്നിട്ട് ദൂരപ്പെടും, പിന്നെ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടും. അള്ളാഹു ആ ഇനത്തിൽ പെടുത്താതിരിക്കട്ടെ. മദീനയിൽ വന്നു പോകുമ്പോൾ
ചെയ്തതായ ഭാഗങ്ങളിൽപ്പെട്ടതാണ്. മദീനയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യവിഷമം കൊള്ളുന്നു എന്ന് പഠിക്കുമ്പോൾ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരലോകത്തിൽ ആദ്യമായിട്ട് അള്ളാഹ് സൃഷ്ടിച്ച് പുറത്തു കൊണ്ടുവരുന്ന നാട്ടിലേക്കാണ് നിങ്ങൾ എത്തിയിട്ടുള്ളത്. അഥവാ പരലോകം ആരംഭിക്കുന്ന സന്ദർഭത്തിൽ അന അവ്വലു മൻ യൻഷഖു അൻഹുൽ ഖബറു യൗമൽ ഖിയാമ ബുഖാരിയിൽ ഞാൻ ആദ്യമായിട്ട് എൻ്റെ ശരീരത്തെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിപ്പിക്കുക എന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി. അങ്ങനെയുള്ള നാട്ടിലേക്കാണ് നിങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള നാട്ടിലേക്ക് വന്നു പോകുമ്പോൾ ആ നേതാവ് നമുക്ക് പരലോകത്തിൽ ശുപാർശയായി മാറണം. ശുപാർശയായി മാറാൻ വേണ്ടി നാം അവർക്ക് മുമ്പ് ആദമിലേക്ക് ചെല്ലും അലൈഹിസ്സലാം, മൂസയിലേക്ക് ചെല്ലും അലൈഹിസ്സലാം, ഈസയിലേക്ക് ചെല്ലും അലൈഹിസ്സലാം, ഇബ്രാഹിമിലേക്ക് ചെല്ലും അലൈഹിസ്സലാം. അതൊക്കെ ഇന്ന് മക്ക ഇമാം പറഞ്ഞതാണ്. ആ മഹാ നേതാക്കളിലേക്ക് ചെല്ലുമ്പോഴെല്ലാം അവർക്ക് പ്രയാസം, അവർ അല്ലാഹുവിന്റെ മുമ്പിൽ വല്ല തെറ്റാണെന്ന് തോന്നുന്നതായ കാര്യങ്ങൾ ചെയ്തു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അല്ലാഹ് ഇന്ന റബ്ബി ഖദ് ഗളിബ അൽ-യൗമ ഗളബൻ ലം യഗ്ളബ മിസ്ലഹു ഖബല വലൻ യഗ്ളബ മിസ്ലഹു ബഅദ. അതുപോലെയുള്ള ദേശം അല്ലാഹു ദേഷ്യപ്പെട്ടിട്ടേ ഇല്ല. ആ സെയിൽസ് ദേശത്തിലാണ് അല്ലാഹ് ഇന്ന്. അതുകൊണ്ട് അല്ലാഹനെ കാണാൻ, അല്ലാഹനോട് ചോദിക്കാൻ, എനിക്ക് മാഫി ചെയ്യണമെന്ന് എനിക്ക് പറയാൻ ധൈര്യമില്ല എന്ന് ആദം പറയും, നൂഹ് പറയും, ഈസ പറയും, മൂസ പറയും, എല്ലാവരും പറയും. അവസാനം നമ്മുടെ അനുശേദി നേതാവായ കണ്ണിലുണ്ടിയായ നമ്മുടെ മുമ്പിൽ അന്ത്യവിഷമം കൊള്ളുന്നവരായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞാനാണ് നിങ്ങൾക്ക് ശുപാർശയാണെന്ന് പറഞ്ഞു കൊണ്ടുവരുമെന്നാണ്. അപ്പോൾ മറ്റുള്ളവരൊക്കെ എന്താ ഒരുങ്ങാത്തത്? അവർ അല്ലാഹുവിന്റെ മുമ്പിൽ ഇസ്തിഗ്ഫാർ ചെയ്തിട്ടുണ്ടെങ്കിലും ചെയ്തു പോയ പാപത്തിൽ നിന്നിട്ട് അല്ലാഹ് മോചിപ്പിച്ചു എന്ന് മുൻ സന്തോഷവാർത്ത ലഭിച്ചിട്ടുണ്ടെങ്കിലും അവർക്ക് അല്ലാഹനെ കാണാൻ പേടി. ഒരു കുറ്റത്തിലൂടെ, ഒരു തെറ്റിലൂടെ മാത്രം അല്ലാഹനെ നേരിടാൻ പേടിയുണ്ടെങ്കിൽ ഹോൾസെയിലായിട്ട് തെറ്റ് ചെയ്യുന്ന നമുക്കൊക്കെ അല്ലാഹനെ എങ്ങനെ കാണാൻ സാധിക്കും? അല്ലാഹന്റെ ലിഖാ എങ്ങനെ സാധിക്കും? അല്ലാഹന്റെ ലിഖാ എന്നൊക്കെ പറഞ്ഞാൽ പരലോകമല്ലേ, കുറെ നൂറ്റാണ്ടുകൾ, ആയിരക്കണക്കിന് കൊല്ലങ്ങൾ കഴിയണ്ടേ എന്ന് ചിലപ്പോൾ തെറ്റിദ്ധരിക്കും. അല്ല, മലക്കൽ മൗത്ത് ഇപ്പോഴാണ് എന്റെ അടുക്കൽ, നിങ്ങളുടെ അടുക്കൽ വരുന്നതെങ്കിൽ ആ സമയത്താണ് നമുക്ക് അല്ലാഹന്റെ ലിഖാ. അവിടുന്നാണ് നമുക്ക് അല്ലാഹുവിന്റെ ലിഖാ ശരിയാക്കേണ്ടത്. അല്ലാഹുവിനെ കാണുന്ന പറഞ്ഞാൽ ലഖിയ റബ്ബഹു, അവൻ അല്ലാഹനെ കണ്ടു. ആരെ കുറിച്ച്? മിർസാനെ കുറിച്ച് പറയുന്നത് അതാണ്. അള്ളാഹിന്റെ അടുക്കലേക്ക് പോയി. അപ്പൊ അള്ളാഹിനെ കാണുക എന്ന് പറഞ്ഞാൽ നാം അള്ളാഹുവിന്റെ പരലോകത്തിലേക്കുള്ള ആദ്യത്തെ കാൽവെപ്പ് അത് മരണമാണ്. ആ മരണം ഒരു പക്ഷെ ഇപ്പം വരാം, പിന്നെ അല്പം കഴിഞ്ഞ് വരാം, ആർക്കും പറയാൻ പറ്റുകയില്ല. അപ്പോൾ നാം എപ്പോഴും എന്ത് വേണം? നല്ല ക്ലിയറായ തൗബ ചെയ്ത് പാശ്ചാത്തപിച്ച് മദീനയിൽ ജീവിച്ച സഹാബാക്കളുടെ ബേക്കിലാണ് നടന്ന്. റസൂലുള്ളാഹിന്റെ ഖബർ ഇപ്പോഴും കെട്ടിപ്പൊക്കപ്പെട്ടിട്ടില്ല. അത് മണലിലാണ്. അതിന്റെ പരിസരത്തിൽ 3 ഖബറുകളും മണലിൽ സ്ഥിതിക്കുന്ന 3 ഖബറുകളെയും വലയം ചെയ്തുകൊണ്ട് വൻമതില് 5 കോണുള്ള വൻമതില് അതിനെ വലയം ചെയ്യുന്നുണ്ട്. അത് ഇവിടുത്തെ ഗവൺമെന്റ് ഔദ്യോഗികമായിട്ട് വാട്സാപ്പിലൂടെയും മറ്റു മാധ്യമങ്ങളിലൂടെയും പ്രക്ഷേപണം ചെയ്തതായ ഒരു സത്യവാഗ്ദാനമാണ്. ഇന്നൊന്നും ഒളിപ്പിച്ചു വെക്കാൻ പറ്റുന്ന യുഗമല്ല. സാറ്റലൈറ്റ് എല്ലാവരുടെ തലയുടെ മീതെയുള്ള കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹിന്റെ ഖബറിന്റെ 3 ഖബർ അബൂബക്കർ, ഉമർ റളിയല്ലാഹു തആല അൻഹുമ 3 പേരുടെയും ഖബറുകൾ മണലിലാണ്. അതിനെ വലയം ചെയ്തുകൊണ്ട് 5 കോണുള്ള വൻമതിലുണ്ട്. 5 കോണുള്ള വൻമതിലിന് 6.5 മീറ്റർ പൊക്കമുണ്ട്. അതിന്റെ മീതെ തുണിയിട്ടിട്ടുണ്ട്, വിരിയിട്ടിട്ടുണ്ട്. നിങ്ങൾ പാളി നോക്കിയാൽ വിരി മാത്രമാണ് കാണുക. റസൂലുള്ളാഹിന്റെ ആഗ്രഹമായിരുന്നു. റസൂലുള്ളാഹി അല്ലാഹുവോട് പറഞ്ഞു, അല്ലാഹുമ്മ ലാ തജഅൽ ഖബരി വസനൻ യുഅബദ്, ആരാധിക്കപ്പെടുന്ന ബിംബമാക്കിയിട്ട് എന്റെ ഖബറിനെ നീ മാറ്റരുതേ റബ്ബേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു. ആ പ്രാർത്ഥന അല്ലാഹ് സ്വീകരിച്ചതുകൊണ്ടായിരിക്കാം ജനങ്ങളുടെ ദൃഷ്ടിയിൽ നിന്നിട്ട് 1350 കൊല്ലം മുമ്പ് അല്ലാഹ് മറച്ചു കളഞ്ഞു. അന്ന് മുതൽ ഇന്ന് വരെ ആ ഖബറിനെ നേരിട്ട് കാണാനില്ല, കണ്ടവരുമില്ല. കണ്ടവർ മാത്രം ആ വൻമതിൽ തകർന്ന കാലഘട്ടത്തിൽ ഹിജ്റയുടെ 9-ാം നൂറ്റാണ്ടിലോ 8-ാം നൂറ്റാണ്ടിലോ അല്പം റിപ്പയർ ചെയ്യേണ്ട ആവശ്യം വന്നപ്പോൾ അത് റിപ്പയർ ചെയ്യാൻ ഇറങ്ങിയവർ മാത്രമേ കണ്ടിട്ടുള്ളൂ, അല്ലാതെ ആരും കണ്ടിട്ടുമില്ല. ഈ യാഥാർത്ഥ്യവും മദീനത്ത് വന്നിട്ട് പോകുമ്പോൾ മനസ്സിലാക്കി പോകണം. എന്തിനാണ് ഈ ഖബർ കെട്ടിപ്പൊക്കലും അതുപോലെ തന്നെ സന്തല് പോക്കും ആനപ്പോക്കും അനിസ്ലാമിക നേർച്ചകളും ഉള്ളതായ നാട്ടിലാണ് നാം ജീവിക്കുന്നത്, കേരളത്തിൽ. അങ്ങനെയുള്ള സ്ഥലത്തിലേക്ക് എത്തുമ്പോൾ നമ്മുടെ ബാധ്യത നിർവഹിക്കണം. അതെന്താണ്? മക്കയിൽ താമസിക്കാൻ, മദീനയിൽ താമസിക്കാൻ, ചുഴത്തറബിൽ താമസിക്കാൻ, തൗഹീദ് ഇറങ്ങിയ നാട്ടിൽ താമസിക്കാൻ, ഖുർആനും സുന്നത്ത് ഇറങ്ങിയ നാട്ടിൽ താമസിക്കാൻ, നബിമാർക്ക് ഇറങ്ങിയ നാട്ടിൽ താമസിക്കാൻ തൗഫീഖ് ചെയ്തതായ റബ്ബിന്റെ മതത്തെ ഞാൻ സംരക്ഷിക്കാൻ തയ്യാറാകും, അതിന് ഒരുങ്ങും, അതിന് സത്യപ്രതിജ്ഞ ചെയ്യും എന്ന നിർബന്ധം പുലർത്തിക്കൊണ്ടായിരിക്കണം ഈ മദീനയോട് നിങ്ങൾ വിടവാങ്ങേണ്ടത് എന്ന് സന്ദർശകരോട് ഊന്നി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വിഷയത്തിന് സമാപനപ്പെടുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇതുവരെ പറഞ്ഞതായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് നൽകുമാറാകട്ടെ. വല്ല തെറ്റുകുറ്റങ്ങൾ വന്നുപോയിട്ടുണ്ടെങ്കിൽ അല്ലാഹു നമുക്ക് മാഫ് ചെയ്തു തരുമാറാകട്ടെ. നമ്മളിൽ പലരും പല പ്രശ്നങ്ങളുള്ളവരാണ്.
അതുകൊണ്ടാണ് നമ്മുടെ എല്ലാവരുടെയും പ്രശ്നങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല മല പോലെ വരുന്നതായ പ്രശ്നങ്ങളെ മഞ്ഞുപോലെയാക്കി റബ്ബ് മാറ്റട്ടെ. പ്രശ്നങ്ങൾ പരിഹരിച്ചു തരട്ടെ, പ്രശ്നങ്ങൾ പരിഹരിച്ചു തരട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ച് അല്ലാഹു മാത്രം നേർച്ചയാക്കി അറുത്ത് അല്ലാഹു മാത്രം ജീവിച്ച് മരിക്കുന്ന വജ്ഹത്ത് കൽപ്പിച്ച ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ കൽപ്പിച്ച ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക കൽപ്പിച്ച ആ തത്വം ഉൾക്കൊണ്ടുകൊണ്ട് ഒറിജിനൽ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയാദർശം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ച് മരിക്കാൻ നമുക്ക് ഇവർക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ പരിപൂർണമായിട്ട് നമ്മുടെ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പകർത്താൻ നമുക്ക് ഇവർക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അവരോടുള്ളതായ ഇത്തിബാഅ് പിന്തുടർച്ച കൈക്കൊള്ളാൻ നമുക്കും ലോക പണ്ഡിതന്മാർക്കും നേതാക്കൾക്കും മുസ്ലിങ്ങൾക്കും രാഷ്ട്രങ്ങൾക്കും ലോക മുസ്ലിങ്ങൾക്ക് ആസകലം അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്രകാരം തന്നെ അവരുടെ ശഫാഅത്ത് നമുക്ക് അല്ലാഹു നൽകുമാറാകട്ടെ. അല്ലാഹുവിന്റെ മഹ്ശറ ലോകത്തിലേക്ക് എത്തുന്ന സന്ദർഭത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതായ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തുകൾക്ക് ശഫാഅത്ത് ചെയ്യുന്ന സന്ദർഭത്തിൽ ആയിനത്തിൽ നാം എല്ലാവരെയും പെടുത്തുമാറാകട്ടെ. റസൂൽ നിബന്ധന പറഞ്ഞു, അല്ലാഹനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ച് മരിച്ചവർക്ക് മാത്രമേ എന്റെ ശഫാഅത്ത് ഉള്ളൂ, അല്ലാത്തവർക്ക് എന്റെ ശഫാഅത്ത് ഇല്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ തീർത്ത് പറഞ്ഞതാണ്. അത് സഹീഹ് ബുഖാരിയിലാണ്, സഹീഹ് മുസ്ലിമിലാണ്. അല്ലാഹുവിന്റെ റസൂലോടല്ലാതെ ഷിട്ടികളോട്, കാച്ചിക്കുന്ന ഉദ്ധരിക്കുന്ന മനുഷ്യന്മാരോട്, വസ്തുക്കളോട്, വ്യക്തികളോട് പ്രാർത്ഥിച്ച വ്യക്തികൾക്ക് റസൂലുള്ളാഹിന്റെ ശഫാഅത്ത് ഇല്ല, പരലോക മോക്ഷമില്ല, സ്വർഗ്ഗമില്ല, നരകത്തിൽ നിർബന്ധമായി കാലകാലമായി കടക്കേണ്ടി വരുമെന്നതാണ് ഖുർആൻ സ്ഥിരീകരിച്ച് സ്ഥാപിച്ചു പോയ യാഥാർത്ഥ്യം. ആ അപകടത്തിൽ നിന്നിട്ട് മോചിക്കാൻ നമുക്ക് ഇവർക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മിൽ നിന്നിട്ട് മരണപ്പെട്ടവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. അവരുടെ ഖബറുകൾ അല്ലാഹു സ്വർഗ്ഗത്തുപ്പാക്കി മാറ്റട്ടെ. അവരോടൊപ്പം നമ്മയും അല്ലാഹു സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ഈ ഭരണകൂടത്തിന് ഇസ്ലാമാകുന്ന വിശുദ്ധ പ്രസ്ഥാനത്തിന്റെ വിധി വിലക്കുകൾ ഖുർആനിലൂടെ സുന്നത്തിലൂടെ നടപ്പാക്കിക്കൊണ്ട് അവർ കാട്ടും പോലെ അവർക്ക് ഭാവിയിൽ ഖിയാമത്ത് നാൾ വരെ ഈ നാട്ടിൽ ഈ ദീനിനെ സ്ഥാപിച്ചുകൊണ്ട് ഇതിന്റെ വിജയ പതാക പറപ്പിച്ചുകൊണ്ട് ഭരണം മുന്നോട്ട് തള്ളിക്കൊണ്ടു പോകുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ആ നേതൃത്വങ്ങൾക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നൽകുമാറാകട്ടെ. അതിനോട് കൂട്ടുനിൽക്കാൻ, അതിനോട് സഹകരിക്കാൻ ലോക മുസ്ലിങ്ങൾക്ക് നമുക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഗണകളില്ലാത്തവർക്ക് സാലിഹ്യങ്ങളായ ഇടങ്ങളാഹു നൽകട്ടെ. സന്താനമില്ലാത്തവർക്ക് സാലിഹ്യങ്ങളായ സന്താനങ്ങളെ, ഉള്ളവർക്കും ഇല്ലാത്തവർക്കും സാലിഹ്യങ്ങളായ സന്താനങ്ങൾ അല്ലാഹു നൽകുമാറാകട്ടെ. കടമുള്ളവരുടെ കടത്ത് അല്ലാഹു വിട്ടട്ടെ. രോഗമുള്ള രോഗത്തോടെ സുഖപ്പെടുത്തട്ടെ. ലോകത്തിന് ശമനം നേടാൻ വേണ്ടി ഈ സദസ്സിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി പലരും പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, ഞങ്ങളോട് ഗ്രൗണ്ട് ചെയ്തവർക്കും അല്ലാത്തവർക്കും പരിപൂർണ്ണ ആരോഗ്യം മുസ്ലിം സുഹൃത്തുക്കൾക്ക് നീ നൽകണേ രക്ഷിതാവ്. അവർക്ക് പരിപൂർണ്ണ ആരോഗ്യത്തോടു കൂടി നിന്റെ മതത്തിൽ അടിയുറച്ചുകൊണ്ട് മരണം വരെ ജീവിക്കാനുള്ളതായ ശാരീരിക, സാമ്പത്തിക, വിജ്ഞാന, ഈമാനിക ശേഷി നൽകണേ രക്ഷിതാവേ. اللهم صل على محمد وعلى ال محمد اعز الاسلام والمسلمين واذل الشرك والمشركين وانصرنا على القوم الكافرين. اللهم من ارادنا واراد الاسلام والمسلمين واراد قادته وحكامه بلاد الحرمين سوءا اللهم فاشغله في نفسي واجعل تدبيره يا حي يا قيوم. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. واخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.